ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസിന്റെ 6ാമത്തെ സെഷനാണ്. കഴിഞ്ഞ 5 സെഷനിലൂടെ എന്താണ് ഹോളിസ്റ്റിക് ഹെൽത്ത് എന്നും ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസ് എന്നും അതെങ്ങനെയാണ് നമ്മളിലേക്ക് എത്തേണ്ടത് ഒത്തിരി ഉദാഹരണങ്ങളിലൂടെ എളങ്കോ സാറ് നമ്മളെ പഠിപ്പിച്ചു തന്നു. സാർ ഒരു മൈൻഡ്ഫുൾ പ്രാക്ടീഷണറാണ്. അതോടൊപ്പം മൈൻഡ്ഫുൾനെസ് ഏകദേശം വർഷങ്ങളായി ജീവിതത്തിന്റെ ഭാഗമായിട്ട് ചേർത്ത് വയ്ക്കുകയാണ്. എനിക്ക് തോന്നുന്നു സാറിന്റെ എല്ലാ പ്രവർത്തികളിലും ഒരു മൈൻഡ്ഫുൾനെസ് ടച്ച്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ എല്ലാ പെർമിഷനോടുകൂടി എളങ്കോ സാറിനെ ക്ഷണിക്കുകയാണ്. എളങ്കോ സാർ, യു ആർ വെൽക്കം. ഐ എം വെരി സോറി, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ആക്ച്വലി സാറിന് ഞാൻ പ്രോമിസ് ചെയ്തിരുന്നു, വിട്ടുപോയി. ഇന്ന് ഞങ്ങൾക്ക് IAS ഓഡിറ്റിന്റെ മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ് ആയിരുന്നു. മീറ്റിംഗ് 5 മണിക്ക് കഴിഞ്ഞെങ്കിലും ബാക്കി അതിൻ്റെ പോസ്റ്റ് എഫക്റ്റ് വർക്കുകൾ ചെയ്യാതെ വരാമായിരുന്നു. എനിക്കിത് ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ അതിൻ്റെ എഫക്റ്റുകൾ ചെയ്യാൻ തുടങ്ങിയിരുന്നത്. സാറ് വിളിക്കുന്ന സമയത്ത് ഞാനൊരു പകുതി ഡിസ്റ്റൻസിലായിരുന്നു വീട്ടിലോട്ട് എത്തി. പ്രോബ്ലി ഫൈൻ, ബട്ട് ഓൺലി തിങ് എനിക്ക് പോയിന്റ്സ് നോട്ട് ചെയ്യാൻ സമയം കിട്ടിയില്ല. നോർമലി ഐ കം വിത്ത് വൺ ഗുഡ് പോയിന്റ്, മീൻസ് ടോട്ടലി ഒരു ഹാഫ് ആൻ അവർ സംസാരിക്കുമ്പോൾ ഒരു പോയിന്റിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇന്ന് ഞാൻ അതൊന്നും മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം വരുന്നത് സംസാരിക്കാന്നുള്ളതല്ല, അതൊന്നും പേടിക്കാനില്ല. അല്ലല്ല, അതെ സാർ, അത് ഏത് സമയത്തും മൈൻഡ്ഫുൾനെസ്സും ലൈഫ് സ്കിൽസും, ഈ 2 ലൈഫ് സ്കില്ലിലുള്ള 10 ടോപ്പിക്കും മൈൻഡ്ഫുള്ളിലുള്ള അമിഗ്ഡല ഹൈജാക്കോ അല്ലെങ്കിൽ സാറിന് ലിവ് ഇൻ ദ പ്രസന്റോ അതിനൊക്കെ ഒന്നും കൂടുതൽ സമയം വേണ്ടി വരത്തില്ല. ബിക്കോസ് അത് എൻ്റെ ബ്ലഡിലോട്ട് മാറിയതിൻ്റെ ഒരു തോന്നൽ എനിക്കുണ്ട്. അപ്പം മൈൻഡ്ഫുൾനെസ് ഓൾവേസ് ഗെറ്റ് സക്സീഡഡ് ഓൺലി വെൻ യു ആർ അവെയർ അബൌട്ട് യുവർ സെൽഫ് എന്നാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നത്. ഈ വെൻ യു ആർ അബൌട്ട് യുവർ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന ഒരു ഏരിയ കൂടെ ഞാൻ വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് പലരും പല സമയങ്ങളിൽ സിമ്പിളറായിട്ട് എടുത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെ എഫക്റ്റീവ് ആകണമെന്ന് മാത്രം പറഞ്ഞു നിർത്തും. പക്ഷെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആകുമ്പോൾ വാട്ട് ആർ യു ആക്ച്വലി അച്ചീവിങ്? ഇപ്പം ഞാൻ ഉദ്ദേശിച്ച ഏരിയ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോയിന്റുകൾ അങ്ങോട്ട് പകർന്നു തരുമ്പോൾ അവിടെ റിസീവിങ് എൻഡിലുള്ള 8 പേരോ 10 പേരോ കറക്റ്റായിട്ട് അത് റിസീവ് ചെയ്താൽ എനിക്കെന്ത് ഗുണം? സാർ തന്നെ പറയുക. നല്ല റിസൾട്ട് വരും അല്ലേ? സാർ എന്താണ് ഉദ്ദേശിച്ചത് മറ്റൊരാൾക്ക് മനസ്സിലായി എന്നൊരു സന്തോഷം സാറിന്റെ ഫസ്റ്റ് പോയിന്റ് മീൻസ് സാറ് പറഞ്ഞ മറ്റൊരാൾക്ക് മനസ്സിലായി. അങ്ങനെ ആകുമ്പോൾ ഐ ആം എ ബെറ്റർ ഗൈ who can disseminate my message with very meager distortion or else without distortion. Without distortion എന്ന് പറയുന്ന only literature മാത്രമേ പോസിബിൾ ഉള്ളൂ. വിത്ത് ബെയർ മിനിമം അല്ലെങ്കിൽ വെരി മീഗർ ഡിസ്റ്റോർഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻഡിവിജ്വൽ ദേഹത്തിൽ ഒരു സന്തോഷം വരുന്നെന്ന് പറഞ്ഞ ഉലകണ്ഠൻ സാർ പറഞ്ഞ അതേ വാക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഐ ഗെറ്റ് റിയലി എക്സൽറ്റഡ്. എൻ്റെ മനസ്സിൽ എനിക്ക് ഹാപ്പി ഹോർമോൺസ് ഡെവലപ്പ് ആകുന്നു. വെൻ ഐ ഡു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഐ ഗെറ്റ് ഹാപ്പി ഹോർമോൺസ് ഇൻ മൈ ബോഡി. ഇത്ര വരെ ആരും നോർമലി ചിന്തിച്ച് കാണത്തില്ലെന്ന് തോന്നുന്നു. ഈ പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ 630 പ്ലാറ്റ്ഫോമിലോ ആരും പറഞ്ഞു കാണത്തില്ല ഈ വാക്കിൽ. വെൻ യു ഡു യുവർ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്ലി യു ഗെറ്റ് യുവർ ഹാപ്പി ഹോർമോൺസ് ജനറേറ്റഡ്. അപ്പോൾ വെൻ ഐ ഗെറ്റ് മൈ ഹാപ്പി ഹോർമോൺസ് ജനറേറ്റഡ് എൻ്റെ സെൽസ് എല്ലാം റെജുനവേറ്റ് ആകും. എൻ്റെ സെൽസ് റെജുനവേറ്റ് ആകുമ്പോൾ ഐ വിൽ റിയലി ഫീൽ when I have happiness, I will start to have my mental status in a steady form. When I have steady form, it is easier for me to come back to peace and calm. ദുഃഖത്തിലിരുന്ന് പീസും കാമും വരാൻ കുറച്ച് സമയമെടുക്കും. പക്ഷെ സന്തോഷത്തിലിരുന്ന് പീസും കാമും വരാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ബിക്കോസ് നെഗറ്റീവ് തോട്ട്സ് ഡിസ്റ്റർബ് ലിറ്റിൽ higher than
ദ പോസിറ്റീവ് തോട്ട്സ്. അങ്ങനെയാണ് നമ്മൾ എല്ലാവരും എപ്പോഴും എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മൈൻഡ് ഓൾവേസ് ടേക്സ് നെഗറ്റീവ് ഏരിയ. അതായത് ഞാൻ അന്ന് പറഞ്ഞ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ, നമ്മുടെ മുമ്പിൽ ഒരു 10 അടിക്ക് മുമ്പ് ഒരു സർപ്പം നിൽക്കുവാണെങ്കിൽ ആ സർപ്പത്തിന് കാണുന്ന അടുത്ത മിനിറ്റ് അവൻ എന്നെ കടിക്കും. ഞാൻ മെഡിക്കൽ കോളേജ് അഡ്മിഷൻ ആവും. മെഡിക്കൽ കോളേജ് അഡ്മിഷൻ ആകുന്ന മാത്രമല്ല 3 ദിവസം ഇവർ ആൻറ്റിവെനം കയറ്റും. 4ാമത്തെ ദിവസം ഡോക്ടർ പറയും ഐ കുഡ് നോട്ട് സേവ് യുവർ റിലേറ്റീവ് എന്ന് പറയും. ഇതെല്ലാം നമ്മൾ ആ ഒരു 1/2 മിനിറ്റിനകത്ത് എടുക്കുന്ന ഒരു നെഗറ്റീവ്നെസ് ആണ്. ബിക്കോസ് ആർ മൈൻഡ് ഇസ് എ നെഗറ്റീവ് റുമിനേറ്റർ, അല്ലെങ്കിൽ നെഗറ്റീവ് സ്റ്റോറി ടെല്ലർ ആൻഡ് നെഗറ്റീവ് റുമിനേറ്റർ എന്നാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നതെന്ന് തോന്നുന്നു. അപ്പം ഈ നെഗറ്റീവ് തോട്ട് ജനറേറ്റർ ആയിരിക്കും ചിലപ്പം പറഞ്ഞത്. നെഗറ്റീവ് തോട്ട് ജനറേറ്റർ ആൻഡ് ഫർദർ റുമിനേറ്റർ, ക്യാരി ഓൺ റുമിനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതെല്ലാം ചെയ്യുന്നതിനെ നമ്മൾ ഇതിനെ ഒന്നും നോക്കാതിരുന്നാൽ, പാമ്പ് അല്ലെങ്കിൽ സർപ്പം അവിടെ വന്ന് he or she or it has also its own space to live in this universe എന്ന് ഞാൻ 1 മിനിറ്റ് വിചാരിച്ചാൽ, ഞാൻ മാത്രമല്ല, ഈ ഈച്ചകൾ തൊട്ട് ഉറുമ്പ് തൊട്ട് സർപ്പം തൊട്ട് മാനോ ആനയോ എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. therefore why at all I should bother without disturbing it. ഞാൻ സാബു സാറിന് ചീത്ത വിളിച്ചാൽ സാബു സാർ എന്നെ തിരിച്ച് ചീത്ത വിളിക്കുന്ന മാത്രമല്ല, വേറെ 2 ഗുണ്ടാസിന് പൈസ കൊടുത്ത് എന്നെ കൈയും കാലം അടിച്ചു പൊട്ടിക്കും. പക്ഷെ സാറിൻ്റെ സ്പേസിന് ഞാൻ ശല്യപ്പെടുത്താതെ when I go on my own without disturbing him, I get free life. Similarly, when I don't disturb animal kingdom or animal area or what you call that, even reptiles, I don't get disturbed by them. അത് ഹ്യൂമൻ ആയിക്കോട്ട്, മനുഷ്യനായിക്കോട്ട്, അല്ലെങ്കിൽ മൃഗങ്ങളായിക്കോട്ട്, റെപ്റ്റൈൽ ആയിക്കോട്ട്, ആരാണെങ്കിലും അവരവരുടെ ഏരിയയിലോട്ട് നമ്മൾ ജീവിക്കുക. അവർ ജീവിക്കുമ്പോൾ ഒരു വലിയ ശല്യം വരത്തില്ല. വലിയ ശല്യമല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ഏരിയയിലോട്ട് അറിയാതെ, ഇപ്പം സ്നേഹിക്കുകയാണെങ്കിൽ നമ്മുടെ ഏരിയയിലോട്ട് അറിയാതെ ബൈ ചാൻസ് ആയിട്ട് നമ്മള് ഇരുട്ടത്ത് ചവിട്ടിന്ന് വെച്ചോ, അപ്പം നമുക്ക് കൊത്ത് കിട്ടി. അപ്പം ശരി, അപ്പം നമ്മൾ അറിയാതെ അല്ലേ സംഭവിച്ചത്? അതെ. അല്ല, സാറ് പറഞ്ഞ ഇരുട്ടത്തും സാറ് പറഞ്ഞ കൊത്ത് കിട്ടിയും ആകണമെന്നുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു നെഗറ്റീവ് തോട്ട് ജനറേറ്റർ എന്ന്. ആകാം, ഒരു എക്സാമ്പിൾ ആകാം നെഗറ്റീവ്. ഈ കാലത്തിൽ 2024 ഈ ഇരുട്ടെന്ന് പറയുന്ന കാലം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ എവറി പേഴ്സൺ മീൻസ് സ്കൂൾ ഗോയിങ് കിഡ്സിന്റെ കയ്യിൽ വരെ സെൽഫോൺ ഉണ്ട്. സെൽഫോൺസ് എല്ലാം ടോർച്ച് ഫിറ്റഡ് ആണ്, അല്ലെങ്കിൽ ലൈറ്റ് ഫിറ്റഡ് ആണ്. അവർക്കെല്ലാം ലൈറ്റ് കൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ഒരു 5 അടി 8 അടിക്ക് അങ്ങപ്പുറത്ത് നിൽക്കുമ്പോഴേ എന്തോ സംതിങ് ഉണ്ട്. അപ്പം ലെറ്റ് മീ മൂവ് ഔട്ട് ഓഫ് ദിസ് പർട്ടിക്കുലർ സ്പേസ്. സാർ പറഞ്ഞ ഒരു ചോദ്യം കറക്റ്റാണ്. എൻ്റെ സ്പേസിൽ അത് വന്നാൽ എന്ത് ചെയ്യണം? ഓക്കെ, ടെമ്പററിലി ലെറ്റ് മീ മൂവ് ഔട്ട് ഓഫ് ദിസ് സ്പേസ്. ഒരാൾ ഇപ്പോൾ കൈകൊണ്ട് ഇടിക്കാൻ വരുവാണെങ്കിൽ നമ്മൾ തലം കൊണ്ട് ചരിച്ചു കൊടുക്കില്ലേ സാർ, ഇടി കിട്ടാതിരിക്കാൻ വേണ്ടി? അതേപോലെ ഒരു ഫോർ എ മിനിറ്റ് ഓർ ഫോർ 3 മിനിറ്റ്സ് ഓർ 5 മിനിറ്റ്സ് നമ്മൾ ആ സ്പേസ് വിട്ട് വേറൊരു സ്പേസ്, എൻ്റെ സ്പേസിൽ നിന്ന് ആക്രം എടുത്തോട്ട് പോവുക. അത് കഴിഞ്ഞ് മീൻസ് വെൻ വി ഡീവിയേറ്റ് സം അതർ റൂട്ട്, we feel that is temporarily or at that moment my route. അത്രേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ ഇതിനാണ് വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ് എന്ന്. എൻ്റെ മൈൻഡ്ഫുൾനെസ്സിനകത്ത് ഞാൻ പറയുന്ന വാക്കുകൾ, ബി അവെയർ ദാറ്റ് യു ആർ ലിവിങ് or else you are crossing over some road where one snake is there after 8 feet or around distance of 8 feet. One, attend to that. Attend to that means you move on that road knowing that that particular snake is not able to reach you within that particular specific time period എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോവുക. So be aware, attend, live in the present. Particular that moment you think about how to cross over. Not yesterday's, not tomorrow's, or not to have prejudgment of what, when Chandran has crossed, what has occurred, when Chidambaram has gone, what has occurred, when Kejriwal has gone, what has occurred. അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട.
ഇത് തന്നെ ഇപ്പം 3 ദിവസത്തിന് മുമ്പ് ഇവിടെ പത്രത്തിൽ വന്ന ഒരു വലിയ ന്യൂസ് നിങ്ങൾ എല്ലാവരും കേട്ട് കാണുമെന്ന് തോന്നുന്നു. വിഴിഞ്ഞത്ത് ബോൾഡോസ് കൽപ്പാറകൾ കൊണ്ടു ചെല്ലുന്ന ഒരു വണ്ടി സ്പീഡായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ 4th ഇയർ BDS സ്റ്റുഡൻറ്റിന്റെ തലയിൽ വീഴുന്ന് അവൻ ആശുപത്രി കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ ഹി ലോസ്റ്റ് ഹിസ് ലൈഫ്. ഇന്നലെയാണ് ക്രിമേഷൻ ഉണ്ടായിരുന്നത്. അപ്പം അത് കഴിഞ്ഞാൽ ആ റോഡിൽ വേറൊരു ടിപ്പർ ലോറി ചെല്ലുവാണെങ്കിൽ മനുഷ്യനാരും ക്രോസ് ചെയ്യത്തില്ല എന്നാണോ? സജി സാറിന് തന്നെ ഞാൻ ആ ചോദ്യം ചോദിക്കാം. പത്രത്തിലെ മിനിഞ്ഞാന്നും നമ്മളെല്ലാവരും വായിച്ചെന്ന് തോന്നുന്നു. മീൻസ് 4 days back it had occurred and 3 days back he മരണപ്പെട്ടെന്നാണ് നമ്മൾ വായിച്ചത്. ഇന്നലെയാണ് ക്രിമേഷൻ നടന്നത്. അതിലെ എല്ലാ കാൻഡിഡേറ്റും അല്ല എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സും പോയി അറ്റൻഡ് ചെയ്ത് അവരെല്ലാം വാഗ്ദാനം പറഞ്ഞു. ഈവൻ മിനിസ്റ്റർ ഹാസ് ഗോൺ ആൻഡ് പ്രോമിസ് ദാറ്റ് ദ ഫാമിലി വിൽ ബി കോമ്പൻസേറ്റഡ്. ബട്ട് പിന്നെ ഞാൻ എങ്ങനെ അവർ ഇപ്പോൾ കോമ്പൻസേറ്റ് ചെയ്യുമെന്ന് വായിച്ചപ്പോഴാണ് കറക്റ്റായിട്ട് മനസ്സിലായത്. അത് വിഴിഞ്ഞം പോർട്ട് അദാനി പോർട്ടാണ്. അപ്പൊ അദാനിയിടത്ത് അവർ കോമ്പൻസേഷൻ ചോദിച്ചിരിക്കുകയാണ്. ബിക്കോസ് ബീങ് ഒരു മിനിറ്റ് സാർ, എൻ്റെ MD വിളിക്കുന്നത്. ജസ്റ്റ് എ മിനിറ്റ് പ്ലീസ്. ഗുഡ് ഈവനിങ് സാർ. So, sir. I'm sorry, my MD has picked up emergency call. So, അദ്ദേഹം ഞങ്ങൾക്കൊക്കെ രാത്രി 6, 8, 9, 12 ഇതൊന്നും സമയമല്ല. അവരുടെ ബോസും ഞങ്ങളും അങ്ങനെയാണ്. എപ്പോഴെപ്പോഴും അവർക്ക് മെസ്സേജ് തോന്നുന്നു, അവർ they will WhatsApp and further they will tingle us to in case if I am not seeing WhatsApp. ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിലാണ് ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. I was compelled to pick his call. Sorry, sir. Okay, right. We shall go back. അപ്പോൾ നമ്മൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സെൽഫ് അവയർനെസ് ആണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. സെൽഫ് അവയർനെസ് മീൻസ് യു ഷുഡ് ബി അവെയർ ദാറ്റ് വാട്ട് ആർ യു, ഹൗ ആർ യു, ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് അതർ പീപ്പിൾ or what you are knowing about yourself, what you are not knowing about yourself, what others think about yourself, what others know and you are not knowing, and what you know about yourself which others are not knowing, what you don't know and others don't know, others are not knowing എന്ന് പറയുന്ന ഒരു 4 സെഗ്മെന്റിൽ എങ്ങനെയാണ് ആ സെഗ്മെന്റിൽ നമ്മൾ എൻഹാൻസ് ചെയ്ത് ഫസ്റ്റ് ക്വാഡ്രന്റ് വലുതാക്കാൻ പറ്റും എന്നല്ല പറഞ്ഞിരുന്നത്. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് when you have effective communication you will be able to enhance your first quadrant. ഇത് interlinked ആണ്. Interlinked എന്ന് പറഞ്ഞാൽ because I was saying that in the first quadrant what I know about me, what others also know about me. അങ്ങനെ വരുമ്പോൾ
ഈ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ എന്നെക്കുറിച്ച് അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എന്നെക്കുറിച്ച് ബാക്കിയുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ വരുമ്പോൾ my transparency by which my first quadrant will carry on develop. അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ the prima facie requirement is effective communication. അപ്പൊ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് എന്റെ സെൽഫ് അവയർനെസ് എൻഹാൻസ് ചെയ്യാനുമാണ്. അപ്പൊ എന്റെ സെൽഫ് അവയർനെസ് എൻഹാൻസ് ആകുന്നോറും I will able to get my mindfulness at the faster rate. Mindfulness എന്ന് പറഞ്ഞാൽ എന്താണ്? I should be aware of myself, or I should be aware of what am I doing it, and I should be aware of my actions, my doings with respect to the environment. Sir. ഞാൻ ചെയ്യുന്നത് ഐസൊലേറ്റഡ് അല്ല. Sir. Yes, sir. When we communicate, thinking Yes, that our communication is very effective, but Okay. the other person is not able to digest what we communicate. Sir. He is not in a position to digest what I communicate. In that condition, what is the option? സാറേ, അതിനകത്ത് ഫസ്റ്റ് പോയിന്റ്, യു ഫീൽ ദാറ്റ് യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് എഫക്റ്റീവ്ലി. ഈ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഒഴുക്കുന്ന അത്ര വെള്ളമും, ഞാൻ ഇവിടെ നിന്ന് 15 ലിറ്റർ ഒഴുക്കുവാണെങ്കിൽ സാറിന്റെ കയ്യിൽ 14.99 കിട്ടും. 15 കിട്ടിയില്ലെങ്കിൽ അതിന് പകരം വെറും 11 ലിറ്റർ വെള്ളം മാത്രം കിട്ടുവാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് സെറ്റ് ടു ബി എഫക്റ്റീവ് ട്രാൻസ്ഫർമേഷൻ ഓഫ് വാട്ടർ ഫ്രം മൈ പോയിന്റ് ടു യുവർ പോയിന്റ്. അപ്പൊ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ വാക്കിന്റെ താഴെ ഞാൻ ഐ ഫീൽ ദാറ്റ് ഐ ആം എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് റോങ് പെർസെപ്ഷൻ ഓൺ മീ. അപ്പോൾ ലെറ്റ് മീ കറക്റ്റ് മൈസെൽഫ്. അതിനാണ് നമ്മുടെ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് ഒന്ന് എവിടെ പോയാലും ഇലക്ട്രോണിക് സർക്യൂട്ടിലൊക്കെ സാർ നോക്കുവാണെങ്കിൽ ദർ ഈസ് ഓൾവേസ് എ ഫീഡ്ബാക്ക് സർക്യൂട്ട് എല്ലാ സ്ഥലത്തും. സാറിൻ്റെ സ്റ്റെബിലൈസർ, സാറിൻ്റെ കൺട്രോളർ, ഓട്ടോമാറ്റിക് കൺട്രോളർ എന്നൊക്കെ പറയുന്നതൊക്കെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഔട്ട് ഫ്ലോയിലിരുന്ന് ഔട്ട്പുട്ട് എടുത്ത് പിന്നെയും ഇൻപുട്ടിലുള്ള ബേസ് എമിറ്റർ കളക്ടർ എന്നാണ് ട്രാൻസിസ്റ്ററിന്റെ 3 എണ്ണം ഉള്ളത്. അപ്പം അതിനെ ഉള്ള ബേസിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യും. ബേസിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പം ഇവിടെ ഈ 230 വോൾട്ടിന് പകരം 240 ചെല്ലുവാണെങ്കിൽ അത് പ്രോഗ്രസീവ്ലി 240ന് പ്രോറേറ്റ ബേസിസിൽ, അല്ലെങ്കിൽ അതിന്റെ റേഷ്യോ പ്രകാരം 6 വോൾട്ടിന് പകരം 7 വോൾട്ട് കയറും. 7 വോൾട്ട് കയറുമ്പോൾ അഗൈൻ ദ പ്രൊഡക്ടിവിറ്റി വിൽ എൻഹാൻസ് ചെയ്യുമ്പോൾ ഇവിടെ 240 230 ആയിട്ട് കുറയ്ക്കാം. അങ്ങനെയാണ്, അതാണ് ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെ അപ്പോൾ വരുമ്പോഴാണ് ദ കൺസിസ്റ്റൻസി ഓഫ് ദ സ്റ്റഡിനെസ് വിൽ ഗോ ഓൺ, അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് ഓഫ് 230 വിൽ ബി റണ്ണിങ്. അതേപോലെ നമ്മുടെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഈ ഡസ് മൈ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്? യെസ്, ഐ ആം വെരി എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ എന്ന് തോന്നണമെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം സാറിന് മനസ്സിലാവണം. ഞാൻ അതാ പറഞ്ഞ ഓരോരോ ആൾക്കാരും ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, ഫോർത്ത് ലെവൽ എന്ന് ഓരോ ലെവൽ പറയും. നമ്മളെല്ലാം മെറ്റീരിയലിസ്റ്റിക് ലൈഫിലാണ് നിൽക്കുന്നത്. മെറ്റീരിയലിസ്റ്റിക് ലൈഫ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ, അവർ ഹാപ്പിനെസ് ഇസ് ഓൾവേസ് മണി ആൻഡ് മെറ്റീരിയൽ. സെക്കൻഡ് ലെവൽ ഓഫ് പീപ്പിൾ വിൽ തിങ്ക് ദാറ്റ് മണി ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, റിലേഷൻഷിപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഞാനും സാബു സാറിനുമുള്ള സ്നേഹം, ഞാനും മുലകനാഥൻ സാറിൻ്റെ സ്നേഹം, ഞാനും റോയ് സാറിൻ്റെ ഉള്ള സ്നേഹം, ഞാനും സജിത് സാറിനുമായിട്ടുള്ള സ്നേഹത്തിൽ കൂടെ ജീവിതത്തിൽ കൊണ്ടുപോവുക. മൂന്നാമത്തത് സ്നേഹം മാത്രമല്ല, ഞാൻ ജീവജാലങ്ങൾക്കും എൻവയോൺമെന്റിനും അങ്ങോട്ട് സഹായിക്കണം. ഇതെല്ലാം പോയി മുകളിൽ ചെല്ലുമ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ഇതിനെല്ലാം മീൻസ് ഈ ചക്രയിലെ താഴെ മീൻസ് എന്താ പറയുക, വയറ്റിന് താഴെയാണ് ആദ്യത്തെ ചക്ര ഉള്ളത്, പിന്നെ വയറിലുള്ളത്, പിന്നെ നെഞ്ചിനുള്ളത്, പിന്നെ കഴുത്തിലുണ്ട്, പിന്നെ നെറ്റിയിൽ മുകളിലോട്ട് ഉള്ളതെന്നൊക്കെ ചക്ര സിസ്റ്റം പറഞ്ഞു തന്നിരിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെയല്ലേ സാബു സാർ? ആ ചക്ര സിസ്റ്റത്തിന് എന്താ പറയുന്നത് സാർ? ചക്ര 7 ചക്ര എന്ന് പറയില്ലേ? 7 ചക്ര.
7 ചക്രാസ്. അപ്പൊ അതേപോലെ വെൻ വി ആർ ഓൺ ദ ബോട്ടം മോസ്റ്റ് ഏരിയ വി തിങ്ക് ദാറ്റ് അവിടെയാണ് ഈ ഗ്യാപ്പുകളൊക്കെ തോന്നുന്നത്. സാർ, ഞാൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ ആണെന്ന് വിചാരിക്കും, പക്ഷെ അവിടെ കിട്ടുന്നേ ഇല്ല. അവിടെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാകണം, ഐ ഷുഡ് ബി അവെയർ ദാറ്റ് ഗൈ ഈസ് നോട്ട് എ മലയാളി, നോട്ട് എ തമിഴിയൻ. സോ അതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പം കുറച്ച് ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷ് മനസ്സിലാകുമെന്ന ഉദ്ദേശത്തിലാണ് എൻ്റെ മലയാളത്തിൽ ഞാൻ ഈ പ്രോബ്ലി ക്ലാസ് എപ്പോഴും കൂടുതലും ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എടുത്ത് ക്ലാസ് എടുക്കുമ്പോൾ പടപടയെന്ന് ഇംഗ്ലീഷാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് വിചാരിക്കുന്നു പറഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന എത്ര പേരുണ്ടോ അത്ര പേരും ഇംഗ്ലീഷ് കറക്റ്റായിട്ട് മനസ്സിലാകുന്ന ആൾക്കാരാണ് ഞാൻ സ്വന്തമായിട്ട് വിചാരിക്കുകയാണ്. ഐ ഫീൽ ദാറ്റ് ഐ ആം എ എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇംഗ്ലീഷ് മനസ്സിലാകാത്ത ഒരാൾ ഇരിക്കുവാണെങ്കിൽ ഐ ആം ടോട്ടലി റോങ്. ഞാൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ ആണെന്ന്, എൻ്റെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആണെന്ന് ഞാൻ വിചാരിക്കുവാണെങ്കിൽ ടോട്ടലി തെറ്റാണ്. അല്ലെങ്കിൽ മലയാളം മനസ്സിലാകാത്ത ആള്, മലയാളം എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കുന്ന മലയാളം മനസ്സിലാകാത്ത, എല്ലാവർക്കും മലയാളം മനസ്സിലാവും, പക്ഷെ ഞാൻ സംസാരിക്കുന്ന മലയാളം മനസ്സിലാകാത്ത ആൾ ഉണ്ടെങ്കിൽ, ഞാൻ എന്തോ ഉസ്താദ്, ഞാൻ മലയാളം സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ വിചാരിക്കുവാണെങ്കിൽ ഐ ആം ടോട്ടലി റോങ്. പക്ഷേ എൻ്റെ മലയാളം ഇവിടെ അക്സെപ്റ്റബിൾ ആണ്, അല്ലാതെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ ഫീഡ്ബാക്ക് എടുത്തത് കൊണ്ട് ഞാൻ ആ മലയാളത്തിൽ തന്നെയാണ് പോകുന്നത്. അവിടെയാണ് സാർ നമ്മൾ ആലോചിക്കേണ്ടത്. ഐ ആം നോട്ട് ദെൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ. ഇൻ കേസ് ഇഫ് സംബഡി ഈസ് നോട്ട് ഏബിൾ ടു റെക്കഗ്നൈസ് മീ ഓർ ഹിയർ ആർ അക്സെപ്റ്റ് മൈ കമ്മ്യൂണിക്കേഷൻ, ഞാൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിട്ടില്ല. ആ ഭാഷയിലാണോ ആവശ്യം, ആ ജസ്റ്റേഴ്സിലാണോ ആവശ്യം, അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജിലാണോ ആവശ്യം, അല്ലെങ്കിൽ പറയുന്ന വാക്കിലാണോ ആവശ്യം, അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അവിടെ റെക്കഗ്നൈസ് ചെയ്ത് എവിടെയാണ് കൺജീനിയൽ ക്ലൈമറ്റ് ഉണ്ടാക്കേണ്ടത്, അത് ഉണ്ടാക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനായിട്ട് മാറ്റാൻ പറ്റും. ഏത് കമ്മ്യൂണിക്കേഷനെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനായിട്ട് മാറ്റാൻ പറ്റും. സജി സാർ, ഞാൻ ഉദ്ദേശിച്ച ഏരിയയിൽ വന്നിരുന്നു, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വഴുതി മാറിപ്പോയോ സാർ? ഇല്ല, ഓക്കെ സാർ, ഓക്കെ, പ്രൊസീഡ്. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്യാം. ബിക്കോസ് ആർ ഇന്റൻഷൻ ഈസ് ദാറ്റ് ഈ സെൽഫ് അവയർനെസ്സും ഈ 10 സ്കിൽസിൽ ആൾമോസ്റ്റ് 6 സ്കിൽസ് എല്ലാം നിറ്റഡ് ആണ്. ഓരോരുത്തർ സെപ്പറേറ്റ്ലി സംസാരിക്കും, പക്ഷേ ഓൾ ദ 6 to 8 സ്കിൽസ് ആർ ഇന്റർനിറ്റഡ്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ കൂടുവാണെങ്കിൽ മാത്രമേ അവർക്ക് എമ്പതി കൂടത്തുള്ളൂ. എമ്പതി കൂടുവാണെങ്കിൽ മാത്രമേ പ്രോബ്ലം സോൾവിങ് വരത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴേ ഡിസിഷൻ മേക്കിംഗ് വരത്തുള്ളൂ. ഞാൻ അങ്ങനെയാണ് ഈ എല്ലാത്തിനും നിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ സെൽഫ് അവയർനെസ് ഇസ് എ മദർ സ്കിൽ which will be supported by all other skills and they are part and parcel of each other. ഇവരെല്ലാം ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ എന്നെ മനുഷ്യനായി ജീവിപ്പിക്കാൻ പഠിപ്പിച്ചു തരുന്നു. എങ്ങനെ തരുന്നു? വെൻ ഐ വാണ്ട് ടു ബി മൈൻഡ്ഫുൾ എന്ന് പറഞ്ഞ വാക്കിനെ ഞാൻ റീപ്ലേസ് ചെയ്യാണ് അവെയർ, അറ്റൻഡ്, ബി ഇൻ ദ പ്രസന്റ് ആൻഡ് വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ്. ഈ 4 വേർഡുകൾ കൊണ്ട് മാറ്റുവാണെങ്കിൽ വെൻ ഐ വാണ്ട് ടു ബി മൈൻഡ്ഫുൾ, ബ്രാക്കറ്റിനകത്ത് അവെയർ, അറ്റൻഡ്, ലിവ് ഇൻ ദ പ്രസന്റ് വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ്. ഞാൻ മുൻവിധികൾ ഒന്നുമില്ലാതെ വർത്തമാനകാലത്ത് ജീവിക്കാൻ ഞാൻ എങ്ങനെയാണെന്ന് ആ കണ്ടീഷൻ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുക. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് വിൽ ബി ടു മിനിമം. പ്രോബ്ലംസ് ഇല്ലാതിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പ്രോബ്ലംസ് ഇഷ്ടം പോലെ എല്ലാവർക്കും വരുന്ന പോലെ നമുക്കും പ്രോബ്ലം വരും. എന്നെ ബാക്കിയുള്ളവർ, ഈ സാബു സാറെ ഒരാൾ ചീത്ത വിളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉലകൻ സാറിന് ചീത്ത വിളിക്കുകയാണെങ്കിൽ എന്നെയും ചീത്ത വിളിക്കും. ബട്ട് മൈ അക്സെപ്റ്റൻസ് ലെവൽ വിൽ ബി ലിറ്റിൽ ഡിഫറെന്റ്. എന്ത് ഡിഫറെന്റ്? റോട്ടിൽ കൂടെ പോകുന്ന ഭ്രാന്തൻ കല്ലെടുത്ത് എറിയുമ്പോൾ ഞാൻ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ, ഒരുത്തൻ അവൻ ചീത്ത വിളിക്കുമ്പോൾ അവനെ ഞാൻ തിരിച്ച് ചീത്ത വിളിക്കാനോ അവനെ അടിക്കാനോ ഞാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഞാൻ അവനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത് ദിസ് ഗൈ ഈസ് നോട്ട് സപ്പോസ് ടു ഹാവ് അബ്യൂസീവ് വേർഡ്സ് ടുവേഴ്സ് മീ, അല്ലെങ്കിൽ ഹീ ഈസ് നോട്ട് സപ്പോസ് ടു ത്രോ സ്റ്റോൺ ഓൺ മീ എന്ന് ഞാൻ വിചാരിക്കുന്നുകൊണ്ടാണ്. ഞാൻ മുൻവിധികൾ ഉണ്ടാക്കുകയാണ്. ഇല്ലാത്തത് വെൻ സംബഡി ഈസ് അബ്യൂസിങ് മീ, എന്നെ ഒരാൾ ചീത്ത വിളിക്കുന്ന സമയത്ത് ഞാൻ അവൻ ഒരു ഭ്രാന്തനാണ്, ഞാൻ അവിടെ നിന്ന് മാറിപ്പോകണം എന്ന് ഞാൻ എടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ സ്മൂത്തറാണ്. മുൻവിധികളാണ് നമ്മൾ പല സമയങ്ങളിലും എല്ലാം കൊണ്ട് റോങ് ആയിട്ട് എടുത്തു ചെല്ലുന്നത്.
ഞാൻ ഒരു സിമ്പിൾ കാര്യം കൂടെ പറയാൻ വേണമെങ്കിൽ, ഈ മുൻവിധികളുടെ ഒരു പ്രശ്നം. തിരുവനന്തപുരത്ത് ഒരു റോഡുണ്ട്. പണ്ട് ആ റോഡിന്റെ പേര്, കെൽട്രോണിന്റെ ബാക്കിലായിട്ട് ഒരു റോഡുണ്ട്. ദാറ്റ് ഈസ് ഒരു ട്രയാങ്കിൾ റോഡാണ്. വെള്ളയമ്പലം ജംഗ്ഷനിൽ ലെഫ്റ്റ് ഹാൻഡ് കോർണറിൽ കെൽട്രോൺ ഉണ്ട്. കെൽട്രോൺ കഴിഞ്ഞ ഉടനെ അഗൈൻ ക്രോസ് ചെയ്ത് വഴുതക്കാടിലോട്ട് വരുന്ന, അല്ലെങ്കിൽ വഴുതക്കാടിലോട്ട് വരുന്ന ഒരു റോഡുണ്ട്. ദാറ്റ് മാനവീയം വീതി, റൈറ്റ്? മാനവീയം വീതി. പണ്ട് മാനവീയം, ഒരു 3-4 years ഇറ്റ് വാസ് കോൾഡ് എസ് മാനവീയം വീതി. അതിനു മുമ്പ് വേറെ എന്തോ ഒരു പേരായിരുന്നു. ഇപ്പോൾ മാനവീയ വീതി പേര് മാറിപ്പോയി. ഇറ്റ് ഈസ് സോ കോൾഡ് നൈറ്റ് ലൈഫ് റോഡ്. ഗവൺമെന്റ് ഓഫ് കേരള അവിടെ രാത്രി 10 മണിക്ക് ശേഷം 2 മണിക്ക് താങ്കൾ ചെല്ലുവാണ്. ഞാൻ ഐ ഹാവ് ക്രോസ് ചെക്ക്ഡ് ട്വൈസ്. രാത്രി 1:45-2 മണിക്ക് എൻ്റെ ഓഫീസിൽ കുറേ ലോഡുകൾ കിടന്ന എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ അതിന് കൂടെ കറങ്ങി വന്ന് അതിനിടയ്ക്ക് കൂടെ വണ്ടി വരാം. അപ്പോഴും 2 ആൾക്കാർ അവിടെ ഉണ്ട്. അതിൽ ആണുമുണ്ട് പെണ്ണുമുണ്ട്. ഓൾ ആർ ആൽമോസ്റ്റ് ലെസർ ദാൻ 30 years old. അപ്പം ഈ സിറ്റി വളരണമെങ്കിൽ, ടെക്നോളജി വളരണമെങ്കിൽ, ടെക്കീസ് ഹാസ് ടു ഫീൽ ദാറ്റ് ഐ ആം അക്സെപ്റ്റബിൾ. മീൻസ് നൈറ്റ് ലൈഫ് എന്ന് ഒന്ന് വേണം, ഈവനിങ് ലൈഫ് എന്ന് ഒന്ന് വേണമെന്ന് ട്രിവാൻഡ്രത്തെ കുറിച്ച് ആൾക്കാരെല്ലാം ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. എല്ലാ കമ്പനീസും. ദിസ് ഇസ് ബേസിക്കലി ഡെഫിനിഷൻസ് ആണ്. If a guy is being selected, if he is posted to Bangalore, he is ready to join. If he is posted to Hyderabad, he is ready to join. If he is posted to Chennai, he is ready to join. But if he is posted to Trivandrum, he refuses to join. ഇത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ ട്രിവാൻഡ്രം ഈസ് ലുക്കിംഗ് ലൈക്ക് എ വില്ലേജ്. 8 മണി കഴിഞ്ഞാൽ റോഡെല്ലാം അടയ്ക്കും, ലൈറ്റുകൾ, സ്ട്രീറ്റ് ലൈറ്റ് മാത്രമേ കാണത്തുള്ളൂ, പിന്നെ കടകൾ കാണത്തില്ല, ആൾക്കാർ കാണത്തില്ല, ഒന്നുമില്ല, സഞ്ചാരം പറയുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു ലിവ് ഇൻ ദ വില്ലേജ് എന്നാണ് പല ടെക്കീസും ചോദിച്ചത് കൊണ്ട് ഗവൺമെന്റ് ഓഫ് കേരള ഹാസ് മേഡ് എൻ ആൾട്ടർനേറ്റീവ്. ഈ കഴക്കൂട്ടം ഏരിയയിൽ എല്ലാ ഹോട്ടൽസും രാത്രി 12 മണി വരെ തുറക്കാനുള്ള പെർമിഷൻ കൊടുത്തു. ഒരുപാട്, ഈവൻ ഗവൺമെന്റ് ഓഫ് കേരള ഹാസ് കം ഫോർവേഡ് ടു സ്റ്റാർട്ട് 2 pubs ഇൻസൈഡ് ടെക്നോ പാർക്ക്. ബട്ട് അവർ സ്റ്റാർട്ട് ആക്കിയിട്ടില്ല ഇപ്പോഴും. they have already made rules, or there are publishings by Gazette that pubs will be opened inside the Techno Park. എന്തിനാന്ന് പറഞ്ഞാൽ ഈ ടെക്കീസിന്റെ ജീവിതം അങ്ങനെയാണെന്ന്. അപ്പം നമ്മുടെ മുൻകാല പ്രീ ജഡ്ജ്മെന്റ് കൊണ്ട് ഒന്നും നടക്കില്ല. ഓരോരോ ലൈഫും ഡിഫറൻ്റ് ആണ്. 2024-ഉം 2005-ലും 1995-ലും ഉള്ള കാലഘട്ടങ്ങളിൽ എല്ലാവരും ഡിഫറെന്റ് ജനറേഷൻസ് ആണ്. അപ്പം കുറെ കഴിഞ്ഞപ്പോൾ 2000-ൽ ജനിച്ചവരെല്ലാം നമ്മൾ മില്ലിയനൽസ് എന്ന് പറഞ്ഞു. 2010-ൽ ജനിച്ചവർക്കെല്ലാം നമ്മൾ ജെൻ സി എന്ന് പറഞ്ഞു. ഇസഡിനെ സി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അത് മാറ്റില്ല, ജെൻ ആൽഫ എന്നാണ് പറയുന്നത്. 2020-ന് ശേഷം ജനിച്ചവർ ജെൻ ആൽഫ. അപ്പം അവരുടെ ലെവൽ ഓഫ് തിങ്കിങ് എല്ലാം വ്യത്യാസമുണ്ട്. ദാറ്റ് മീൻസ് പ്രീ ജഡ്ജ്മെന്റ് മേ നോട്ട് വർക്ക്ഔട്ട്. അവരുടെ പാരൻസ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ, ഇപ്പൊ സാബു സാറിനും ഇളങ്കോയിനും അല്ലെ റോയ് സാറിനൊക്കെ ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല മക്കള്, മീൻസ് ഒരു ലേഡി ഡോട്ടർ വിയറിങ് ഓഫ് ഷാർട്ട്സ് ആൻഡ് സിമ്പിൾ ടീഷർട്ട് ഓഫ് ടൈറ്റ് ടീഷർട്ട്, ഹാവിങ് ബോബ് കട്ട് ലൈക്ക് മെയിൽ കട്ട് ആൻഡ് ലോയിറ്ററിങ്. ഇപ്പോഴും അത് മാത്രമല്ല, ട്രിവാൻഡ്രത്തിലൊക്കെ നോക്കുവാണെങ്കിൽ കൂടുതൽ പേര് ബൈക്കാണ്. ബൈക്ക് എന്ന് പറഞ്ഞാൽ ഓട്ടോ വണ്ടി അല്ല ഞാൻ പറയുന്നത്, ഈ ഹീറോ ഹോണ്ട, സ്പ്ലെൻഡർ, ബുള്ളറ്റ് ഇങ്ങനത്തെ വണ്ടികളാണ് ഓട്ടിക്കുന്നത്. മീൻസ് ദേ സേ ദാറ്റ് ഞാൻ എന്താ അവരെക്കാട്ടിലും കുറവെന്നാണ് ചോദിക്കുന്നത്. ബട്ട് നമ്മുടെ പണ്ടത്തെ ഡെഫിനിഷൻ അങ്ങനെയല്ല. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയേ ആകാവൂ, ഇങ്ങനെ അകത്ത് കയറാവൂ, ഇങ്ങനെ കിച്ചണിനകത്ത് നിൽക്കാവൂ, അല്ലെങ്കിൽ ആണുങ്ങൾ വന്നാൽ പുറത്ത് തല കാണിക്കരുത്, കാണിച്ചാലും കർട്ടൻ ഇങ്ങനെ പതുക്കെ പൊക്കിയിട്ട് ഗുഡ് ഈവനിങ് അങ്കിൾ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകണം. ഇങ്ങനെയൊക്കെയാണ് പണ്ട് ഞങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിരുന്നത്. എൻ്റെ സഹോദരിയല്ല, എൻ്റെ അമ്മയൊക്കെ എൻ്റെ അപ്പൂപ്പനൊക്കെ അങ്ങനെയാണ് വളർത്തിയെന്ന് പറയും. അവരൊക്കെ ഈവൻ എൻ്റെ അമ്മൂമ്മ മീൻസ് എൻ്റെ ഗ്രാൻഡ് മദർ, എൻ്റെ ഗ്രാൻഡ് ഫാദർ ആരെങ്കിലും വന്നിട്ട് വെള്ളം ചോദിക്കുവാണെങ്കിൽ ഷീ ഈസ് നോട്ട് സപ്പോസ് ടു ഷോ ഹെർ ഫേസ്. അവർ വേറൊരു സ്റ്റൂളുണ്ട്, ആ സ്റ്റൂൾ വരെ വന്ന് വെള്ളം വെച്ചിട്ട് അവിടെ നിന്ന് വിളിക്കും, എന്നങ്കാ ദാ തണ്ണി ഇരിക്കൂ,
എന്ന് പറഞ്ഞു. അപ്പം വേറൊരാൾ ഇവിടെ നിന്ന് ചെന്ന് ആ വാട്ടറിനെ എടുത്തുകൊണ്ട് പോയി ഇവർക്ക് കൊടുക്കണമെന്ന്. അങ്ങനത്തെ സിസ്റ്റത്തിലുള്ള പ്രീ ജഡ്ജ്മെന്റ് ഒന്നും പാടില്ല. ലിവ് ഇൻ ദ പ്രസന്റ്, സിമ്പിൾ. വാട്ട് ഈസ് ഗോയിങ് ഓൺ? ഇപ്പം സാറ് ഉരകണ്ണൻ സാറ് പറഞ്ഞത് എന്ന് വാങ്ങിക്കുമ്പോൾ അവിടെ എത്ര ആവശ്യമോ അത്ര മാത്രമേ വാങ്ങിക്കാവൂ. അതിന് കൂടുതൽ വാങ്ങിച്ചാൽ തിരിച്ചു കൊണ്ടുവന്ന് ഒരു കാര്യമില്ല, നിന്റെ വീട്ടിൽ വെറും പേപ്പറായിട്ട് മാറും. അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം വാങ്ങിച്ചോ, പിന്നെ ഇന്ത്യൻ ഫുഡ് കിട്ടത്തില്ല, നിങ്ങൾക്കുള്ള ഫുഡുകളെല്ലാം ചെയ്തു തരാമെന്ന്. അപ്പം കൂടുതൽ ആങ്ഷ്യസ് ഒന്നും ആകാൻ ആവശ്യമില്ല. അവിടെ ചെല്ലുന്ന സമയത്ത് എന്ത് കിട്ടുന്നുണ്ടോ അത് കഴിക്കുക. യു ഫീൽ ദാറ്റ്. സാറ് വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ ഞാൻ ചോദിച്ചില്ല. നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും ഇറ്റ് ഈസ് എ വെജിറ്റേറിയൻ ഒട്ടിക്കൾ പന്നീർ എന്ന് വിചാരിച്ച് സാറ് വായിക്കാത്ത വെച്ച് ഐ ആം ഈറ്റിംഗ് പന്നീർ എന്നാവും. ഐ ആം ഈറ്റിംഗ് പന്നീർ എന്നാവുന്ന സാർ കണ്ണടച്ചിട്ട് 3 പ്രാവശ്യം കഴുതയുടെ കാൽ കഴിച്ചാലും സാറിന് അതുപോലെ തന്നെ തോന്നും. ആൻഡ് ദെയർ മിക്സ് ഇസ് ഡിഫറെൻ്റ് എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഞാൻ ഇതേപോലെ നോർത്ത് ഇന്ത്യയിൽ ആഹാരം കഴിച്ചപ്പം, മീൻസ് വെജിറ്റേറിയൻ തന്നെ പറയുന്നത്, അവരുടെ വാട്ടുകൾ ഈ ദാൽ തഡ്ക്കയൊക്കെ നമ്മളെന്ന് പറഞ്ഞാൽ സിമ്പിൾ പരിപ്പ് എന്ന് പറയും. അവർ ദാലും ദാൽ തഡ്ക്ക എന്നൊക്കെ വാക്കുകൾ പറഞ്ഞ് അതിൻ്റെ ടേസ്റ്റുകൾ വ്യത്യാസം. അത് മാത്രമല്ല അവർ എന്താ കാലാ നമക്ക് പറഞ്ഞാൽ ഉപ്പ് എന്ന് പറയുന്ന സാധനം കറുത്ത ഉപ്പാണ് അവർ കൂടുതലും ഉപയോഗിക്കുന്നത്. അങ്ങനെ കുറേ എക്സ്ട്രാ മെറ്റീരിയൽ ഉപയോഗിക്കും. അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വ്യത്യാസമായിട്ട് തോന്നുമ്പോൾ ഇങ്ങനെ ആകാൻ പാടില്ല, സൗത്ത് ഇന്ത്യൻ ഫുഡേ അവർ തരാവൂ എന്ന് ഞാൻ വിചാരിച്ച് കഴിക്കാൻ പോവുകയാണെങ്കിൽ ഐ ആം വിത്ത് പ്രീ ജഡ്ജ്മെൻറ്റ്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട് വരും. ഞാൻ ഇഫ് ഐ ലിവ് ഇൻ ദാറ്റ് പ്രസൻറ്റ് മൊമെൻറ്റ്, ഹാവിങ് accepting whatever is being given to me and consuming whatever is being going inside my mouth with happiness, it will be acceptable. Very simply acceptable. ഞാൻ പണ്ട് ഇതിനകത്ത് ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നല്ല, ഞാൻ വേപ്പില കഴിക്കുന്ന ഒരുത്തനായിരുന്നു കുറച്ചു കാലം. വേപ്പില കഴിക്കുന്ന പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ പണ്ട് പശുവിനെ തലേദിവസമേ ആഹാരം കൊടുക്കുന്ന നിർത്തിയിട്ട് മാസത്തിൽ ഒരു സൺഡേ എൻ്റെ അച്ഛൻ പഠിപ്പിച്ച് കൊടുത്തിരിക്കുന്ന കാര്യമാണ്. വീട്ടിൽ പശു ഉണ്ടായിരുന്നു. അപ്പം പശുവിന് മന്ത്ലി വൺസ് വേപ്പില മാത്രമേ കഴിപ്പിക്കാവൂ. എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ കൃമികളൊക്കെ ഉണ്ടെങ്കിൽ കൃമികളെല്ലാം നല്ലിഫൈ ആയി നോർമലാകണം. അപ്പം അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് മൃഗങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ, മനുഷ്യന് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യനും പറ്റും, നീയും കഴിക്കടാന്ന് പറഞ്ഞു. അപ്പം ഞാനും വേപ്പില കഴിക്കാൻ തുടങ്ങിയിരുന്നു. വേപ്പില ഓൺലി തിങ് ഡാർക്ക് ഗ്രീനുള്ള ഇലയല്ല, കൊഴുന്ന ഇലയായിട്ടുള്ള ലിറ്റിൽ ബ്രൗണിഷ് ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നല്ല ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള ഇലയൊക്കെ ഞാൻ കഴുകിയിട്ട് ഇത്ര ഇല ഇപ്പം തരുവാണെങ്കിൽ ഞാൻ സ്മൂത്തായിട്ട് കഴിക്കും. എനിക്ക് സോർ ടേസ്റ്റ് തോന്നത്തില്ല. ബിക്കോസ് മൈ ബോഡി സ്റ്റാർട്ടഡ് അക്സെപ്റ്റിങ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഐ വാസ് ലിവിങ് ഇൻ ദാറ്റ് പ്രസൻറ്റ് മൊമെൻറ്റ്. കഴിക്കുമ്പോൾ ആ പശുവിനെ കഴിക്കുവാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പറ്റത്തില്ല എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ കഴിക്കാൻ തുടങ്ങി. ഐ ബിക്കം ക്വൈറ്റ് നോർമൽ. നമ്മൾ അഡോപ്റ്റബിലിറ്റി കണ്ടെത്തുന്നത് വെൻ വി ഡോണ്ട് ഹാവ് പ്രീ ജഡ്ജ്മെൻറ്റ്. When we don't have pre-judgment, our self-awareness will get a little more widened up. With the help of my awareness getting enhancement and with the help of effective communication. അപ്പോൾ ഈ effective communication എന്ന് പറയുന്നത് ഒരു നല്ലൊരു സാധനമാണ് മനുഷ്യനെ. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആകുന്നത് എപ്പോഴും ഞാൻ എൻ്റെ ലെവലിൽ സംസാരിക്കുമ്പോഴല്ല, ഞാൻ അടുത്ത ആളുടെ ലെവലിൽ സംസാരിക്കുമ്പോഴാണ്. അതാണ് സജി സാറിൻ്റെ ഒരു റിപ്ലൈ. പറഞ്ഞാൽ ഒരു PhD കഴിഞ്ഞ ഡോക്ടറേറ്റ് ഉള്ള ഒരാൾ കോളേജിന് ക്ലാസ് എടുക്കുന്നത് പോലെ 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഉള്ള, അല്ലെങ്കിൽ 6ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഉള്ള പിള്ളേർ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് when theta goes like this എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് മനസ്സിലാകത്തില്ല. അതിന് പകരം മക്കളെ നിങ്ങൾ 6ഉം 3ഉം 9 അല്ലേ, അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്, 9ൻ്റെ കൂടെ ഇത് ചേർത്താൽ 10 വരുമെന്ന് പതുക്കെ ആ ലെവലിൽ അവരെ പഠിപ്പിക്കാൻ ചെല്ലുവാണെങ്കിൽ they will start accept you. Then your communication will become more effectiveness. അപ്പോൾ നമ്മുടെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് when we really understand, when we know about that person. അങ്ങനെ ഈ സെൽഫ് അവയർനെസ്സിൽ പുള്ളിയുടെ സെൽഫ് അവയർനെസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഹി നോസ് അബൌട്ട് ഹിംസെൽഫ്, ഐ നോ അബൌട്ട് ഹിം. ഹി ഡസൻ നോ അബൌട്ട് ഹിംസെൽഫ്, ഐ നോ അബൌട്ട് ഹിം. ഹി നോസ് ഹിംസെൽഫ്, ഐ ഡോണ്ട് നോ അബൌട്ട് ഹിം. ഇനി ഈ 3 സെഗ്മെന്റിൽ ഈ ഫസ്റ്റ് 2 സെഗ്മെന്റ് എടുത്തുള്ളുക. ഐ നോ അബൌട്ട് ഹിം വിച്ച് ഹി നോസ്, ഐ നോ അബൌട്ട് ഹിം വിച്ച് ഹി ഡസൻ നോ.
ഈ 2 ഏരിയയും കൂടെ മനസ്സിലാക്കിയിട്ട് അവനെ ഇത്ര മാത്രം സംസാരിച്ചാലേ ഇതേ മനസ്സിലാകത്തുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ സംസാരിക്കുവാണെങ്കിൽ my communication will be little more effective than yesterday or than previous communication. അങ്ങനെ വരുമ്പോൾ when my communication becomes effective, he will try to attach with me. He will try to support my self-awareness enhancement. When my self-awareness enhancement occurs, I will be more clear on myself. When I am more clear on myself, I can live more happily. ഇതാണ് മൈൻഡ്ഫുൾനെസ്സിനകത്ത് വേറൊരു സൈഡിൽ പോകുന്ന ഒരു ആംഗിൾ. സിമ്പിൾ സ്ട്രേറ്റ് ഫോർവേഡ് മൈൻഡ്ഫുൾനെസ് ഇസ് ബി അവെയർ, അറ്റൻഡ് വിത്തൗട്ട് പ്രീജഡ്ജ്മെന്റ് ആൻഡ് live in the present. Maximum curiosity, beginner's mind and let go. ഈ 7 വാക്കുകളാണ് ഞാൻ എന്നും റിപ്പീറ്റ് ചെയ്യുന്നത്, എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 7 വാക്കുകളിൽ നമ്മൾ ഈ ആംഗിളിലോട്ട് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ how life skill is getting attached and how life skill supports you to have better mindfulness എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. സെൽഫ് അവയർനെസ് വന്ന് ഞാനിപ്പം ഇന്ന് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ കുറച്ച് പറഞ്ഞു തന്ന്, ഇപ്പം സാബു സാർ പറഞ്ഞ പോലെ പെട്ടെന്ന് ടോപ്പിക്കുകൾക്ക് പഞ്ഞമൊന്നുമില്ല, ഓടിക്കൊള്ളും, ഇതെല്ലാം സംഭവിക്കാം. ബട്ട് മൈൻഡ്ഫുൾനെസ് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ടു ഹാവ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ടു അതേഴ്സ് അബൌട്ട് മൈൻഡ്ഫുൾനെസ് എന്ത് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവും. അത് ഞാൻ പ്രിപ്പയർ ചെയ്യാതെ വന്നാൽ ഞാൻ എൻ്റെ ലെവലിൽ നിന്ന് ചിലപ്പം സംസാരിച്ചു പോകും. അതേഴ്സ് ലെവലെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാകുമ്പോൾ ഐ ഷുഡ് ബി, ഞാൻ എന്നും താഴെ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ മുകളിലോട്ട് കയറി അവരുടെ ലെവലിൽ സംസാരിക്കുമ്പോഴേ ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാവും. അതർവൈസ് വെൻ ഐ ആം സ്റ്റാൻഡിങ് സംവെയർ എൽസ്, എൻ്റെ പ്ലാറ്റ്ഫോമും അവിടുത്തെ പ്ലാറ്റ്ഫോമും ഡിഫറെൻ്റ് ആയി പോകും. അത് ഞാൻ അതിനകത്ത് ഞാൻ പണ്ട് വായിച്ചിട്ടുള്ള ഒരു കണക്കാണ് സാർ. വെൻ മൈ ട്രെയിൻ ഈസ് റണ്ണിങ് ഓൺ 60 km/h, എൻ്റെ ന്യൂസ് പേപ്പർ ഞാൻ കയ്യിൽ വെച്ചിരുന്നാൽ വായിക്കാൻ പറ്റും. സൈഡിൽ വേറൊരു ട്രെയിനും ഓടിക്കൊണ്ടിരിക്കുന്നു. ആ ട്രെയിനിലുള്ള ന്യൂസ് പേപ്പർ, ആ ട്രെയിനിൽ സാബു സാർ ഇരിക്കുന്നു. സാബു സാറിൻ്റെ കയ്യിലുള്ള ന്യൂസ് പേപ്പർ എനിക്ക് വായിക്കണമെങ്കിൽ ആ ട്രെയിൻ എത്ര km/h ഓടണമെന്ന്, എത്ര കിലോമീറ്റർ ഓടണം സാർ? സിംപ്ലസ്റ്റ് ആണ്. സെയിം സ്പീഡ് എന്ന് പറഞ്ഞാൽ 2 ട്രെയിനും ഒരേ സ്പീഡിൽ ഓടുമ്പോൾ അവിടത്തെയും ഇവിടത്തെയും ഇൻസൈഡ് ഓബ്ജക്ട്സ് വിൽ ലുക്ക് ലൈക്ക് സ്റ്റാറ്റിക്. അപ്പം അവിടുത്തെ ന്യൂസ് പേപ്പറിന് രണ്ടാമത്തെ ട്രെയിനിൽ സാബു സാറിൽ നിന്ന് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പേപ്പറിന് എനിക്ക് ഇവിടെ നിന്ന് വായിക്കാൻ പറ്റും. ഇത് എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ യു ഹാവ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ 2 പേരും ഒറ്റ സെക്കൻഡ് രമാ മാം, ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കട്ടെ. താങ്ക് യു മാം, താങ്ക് യു. ഇത്രയേ ഉള്ളൂ സാർ. അപ്പം എഫക്റ്റീവ് വേണമെങ്കിൽ ബോത്ത് ഷുഡ് ബി ഇൻ ദ സിങ്ക്, SYNC എന്നാണ് ഞാൻ പറയുന്നത്, സിങ്ക്രണൈസ്ഡ് മോഡ്. ബോത്ത് ആർ അതേഴ്സ് ക്യാൻ ബി ഇൻ എ സിങ്ക്രണൈസ്ഡ് മോഡ് വിത്ത് എ പർട്ടിക്കുലർ പേഴ്സൺ ഓൺലി വെൻ ദേ ആർ ഇൻ ദ കോമൺ പ്ലാറ്റ്ഫോം. How to reach a common platform? I should be able to analyze and get your platform, or else you all should get, and after analyzing get my platform. ഞാൻ താഴെ നിൽക്കുവാണെങ്കിൽ താങ്കൾ ഓരോരുത്തരും താഴെ വന്ന് ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കണം. അല്ലെങ്കിൽ താങ്കൾ ഓരോരുത്തരും മുകളിൽ ഇരിക്കുവാണെങ്കിൽ ഞാൻ മുകളിൽ വന്ന് താങ്കളുടെ ലെവലിൽ സംസാരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ the communication will be effective. When communication is effective, എൻ്റെ ചെറിയ തെറ്റുകളോ ചെറിയ പ്രശ്നങ്ങളോ താങ്കൾ ഓരോരുത്തരും എനിക്ക് പറഞ്ഞു തരുമ്പോൾ I will try to enhance my first quadrant, that is known to me and known to others. And the second quadrant is known to others, not known to me. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റും കൂടെ ഇങ്ങോട്ട് പറഞ്ഞു തരുമ്പോൾ എൻ്റെ ഫസ്റ്റ് മീൻസ് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് വിൽ ഗെറ്റ് വൈഡൻഡ് അപ്പ് ടു ദാറ്റ് ഈസ് ഓൾസോ നോൺ ടു മീ. എനിക്ക് ആദ്യം മനസ്സിലാകാതെ സാർക്കെല്ലാം മനസ്സിലാകുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലാകാൻ തുടങ്ങുമ്പോൾ my first quadrant will get widened up. When it is getting widened up, my self-awareness will enhance. When my self-awareness enhances, എന്ത് കാര്യത്തിനും എനിക്ക് ഞാൻ ആരാണെന്ന് കുറച്ചുകൂടെ മനസ്സിലാവും. ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ സർപ്പത്തിനെ കൈകൊണ്ട് പിടിക്കാൻ പറ്റുമോ, സർപ്പത്തിന് അല്ലെങ്കിൽ വടിയെടുത്ത് എനിക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വിത്തൗട്ട് ഡിസ്റ്റർബിങ് ഷുഡ് ഐ ഗോ ഔട്ട്, അല്ലെങ്കിൽ ഷുഡ് ഐ ഹാവ് fight mode, should I have fight
അല്ല ഫ്രോസൺ മോഡ് എന്നാൽ ഒരു മൂന്നാമത്തെ ഒരു ഏരിയയിലോട്ടും കൂടെ നമുക്ക് കടക്കാൻ പറ്റും. ടു അണ്ടർസ്റ്റാൻഡ് വെദർ ഐ ഷുഡ് ഫൈറ്റ്, വെദർ ഐ ഷുഡ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥലം വിട്ടു പോവുക. മൂന്നാമത്തെ ഞാൻ ഒന്നും ചെയ്യാതെ ഫ്രീസ് മോഡിൽ നിൽക്കണമെന്ന് മനസ്സിലാകുമ്പോൾ I will able to live on that particular moment very peacefully, happily, gently, and whatever is required. By which my prefrontal cortex gray matter thickness will get enhanced. ഞാൻ ഓരോ മിനിറ്റും മൈൻഡ്ഫുൾ ആയിട്ട് ജീവിച്ചാൽ അത് പ്രീഫ്രണ്ടൽ കോർട്ടക്സിന്റെ ഗ്രേ മാറ്റർ തിക്നെസ് കൂടുവാണെങ്കിൽ my decision making will be better and firm. That will be acceptable by me as well as others. Beyond that, my amygdala will not hijack me, so I will not get over anxious or unwanted jumping out of the basket. I will live peacefully and calmly. I hope that I could reach somewhere. കുറച്ച് ഏരിയയിലോട്ട് ഇത് കുറച്ച് എല്ലാം ഒരു കൺഫ്യൂസിങ് ഏരിയ ആണ്. ഈ ആദ്യം ഒരുപാട് മുടിച്ചുകൾ കിടക്കുമ്പോൾ ഇതെല്ലാം ഒരു വല്ലാത്ത സാധനം തോന്നും. പക്ഷെ നമ്മൾ ഓരോരോ മുടിച്ചിന് മോളിൽ കയറി അതിനെ അഴിച്ചു വരുമ്പോൾ ഇത്രയേ ഉള്ളായിരുന്നോ എന്ന് വയ്ക്കും. ഈ ഉള്ളി വലിയ സാധനം എന്നായിരിക്കും. ഓരോരോ സ്കിന്നായിട്ട് പീൽ ചെയ്യുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നും. ഇത് തന്നെയാണ് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് എല്ലാവരും ഒരു സവാള, വലിയ സവാളയെ പോലെ ഓരോരോ സ്കിന്നായിട്ട് പീൽ ചെയ്തെടുക്കുമ്പോൾ we all can understand it is a very simplest thing in the life. എന്താണ് simplest thing? Without having prejudgment, without having more anxiety, without living on the past or future, ആ തത്സമയത്ത് ഒന്ന് ജീവിക്കുക. I hope that I'm little bit clear with others and നമുക്കൊരു മെഡിറ്റേറ്റീവ് പ്രാക്ടീസും കൂടെ ചെയ്യാമെന്ന് തോന്നി. സർ, ഒരു കാര്യം നമ്മൾ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ ഒരു വാക്ക് ഞാൻ ചേർത്തിക്കോട്ടെ? സർ പ്ലീസ്. ഈ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ ഈ കൗൺസിലിംഗ് റൂമിനകത്ത് നമ്മുടെ മുന്നിലിരിക്കുന്ന കൗൺസിലിയുമായിട്ട് ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അദ്ദേഹം നമ്മളോട് ചേർന്ന് വരും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് അല്ലെങ്കിൽ നെക്സ്റ്റ് മൂമെന്റ് അയാളുടെ കണ്ണുകൾ ഞാൻ പതുക്കെ പോവുകയാണ് സാറേ എന്ന് മൗനമായി പറഞ്ഞ് പിന്നെ ഒന്നും അയാൾ ശ്രദ്ധിക്കുകയില്ല. ഇഫക്റ്റീവ് അല്ലെങ്കിൽ. ഇഫക്റ്റീവ് ആണെങ്കിൽ അയാൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും, നമ്മളിലേക്ക് കയറി വരും, അയാളുടെ പ്രശ്നങ്ങൾ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാനും പറ്റും. ഓക്കെ സർ. ഫാന്റാസ്റ്റിക് സർ. സാറ് നല്ലൊരു വാക്കാണ് പറഞ്ഞത്. പക്ഷേ ഈ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ കൂടിയുള്ള ഒരു പ്രോബ്ലം കൂടെ സൈക്കോളജി പഠിപ്പിച്ചു തരുന്നു. ട്രാൻസ്ഫറൻസ് ആൻഡ് കൗണ്ടർ ട്രാൻസ്ഫറൻസ്. അവര് കൂടുതൽ അടുത്ത് വന്ന് ഞാനാണ് അവരുടെ എല്ലാം എന്നൊരു തോന്നൽ അവർക്ക് വരാനും പാടില്ല. അല്ലാതെ അവരുടെ പ്രശ്നങ്ങൾ കേട്ട് ഞാനാണ് അവരുടെ രക്ഷകെന്ന് എനിക്ക് തോന്നാനും പാടില്ല എന്ന് ഒരു സൈക്കോളജിയിൽ ഒരു ലൈൻ കൂടെ അഡീഷണലി പറഞ്ഞു തരുന്നു. When effective communication increases, there is a probability of transference or counter transference. മക്കളെ, each counselor should understand about counseling. Where is your Lakshman Rekha എന്നും കൂടെ പറഞ്ഞു തന്നതായിട്ട് എനിക്കൊരു ഓർമ്മ സർ. ശരിയാണ് സർ. അല്ല സാറ്, അവർ കൂടുതൽ കേട്ട് നമ്മളെ കൂടുതൽ ലയിക്കുന്നതോ അടുക്കുന്നതോ പിന്നെ ഒരു ഹിപ്നോ സിസ്റ്റത്തിലേക്കൂടെ കൂടെ പോകും. നമ്മൾ പറയുന്നതെല്ലാം അവർ ചെയ്യാകും. എനിക്ക് ഒരു പേഷ്യൻ്റ് അങ്ങനെ ഉണ്ടായിരുന്നു സാർ. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും സാറേ ഞാൻ ഇന്ന് 9:30 ബസ് മിസ്സായി പോയി, അടുത്ത ബസ്സിൽ പോകണം, ഞാൻ വീട്ടിൽ തിരിച്ചു പോകണമെന്ന് ഇങ്ങനെ വരെ ചോദിക്കാൻ തുടങ്ങി. ഞാൻ പതുക്കെ പറഞ്ഞ് അത് നിന്റെ ചോയ്സ് എന്ന് പറഞ്ഞു. പിന്നെ ഒരു അടുത്ത സെഷൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഡേറ്റ് തരത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് വേറെ കുറച്ച് ബിസിയാണ് ഞാൻ കട്ട് ചെയ്ത് വിട്ടു. അല്ലാതെ സാറ് പറഞ്ഞ ട്രാൻസ്ഫറൻസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ സാറേ ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ പവർ ഓഫ് നൗ ഉള്ളതിന്റെ ഒരു അർത്ഥമല്ലേ സാറേ? പവർ ഓഫ് നൗ. ഫാന്റാസ്റ്റിക് സർ, ഫാന്റാസ്റ്റിക്. സാർ പറഞ്ഞ പവർ ഓഫ് നൗ തന്നെയാണ്. പവർ ഓഫ് നൗവിന്റെ കൂടെ ഈ പവർ ഓഫ് നൗ ഓട്ടോ സിസ്റ്റത്തിലും പവർ ഓഫ് നൗ വരും സർ. അതേ ഉള്ളൂ.
ഞാൻ ഈ മൈൻഡ്ഫുൾനെസ്സിന്റെ ഒരു വേർഡും പവർ ഓഫ് നൗനും ഉള്ള പവർ ഓഫ് നൗന് ഞാൻ ആ ബുക്ക് ഫുള്ള് വായിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. പവർ ഓഫ് നൗ എന്താ പറയുന്നത് പറഞ്ഞാൽ ഈ സമയത്ത് ഉള്ള സാറിന്റെ ആ ഫോഴ്സസ്, ഈ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിൻ്റെ ഐ ഇൻഡ് എന്ത് ഫാക്ടർ? പവർ ഫാക്ടർ. അതുകൂടെ ചേർത്ത പവർ, അങ്ങനെയാണ് എനിക്കറിയാവുന്നത് സാർ. ഹോഴ്സ് പവർ. അപ്പം പവർ ഓഫ് നൗ എന്ന് പറയുന്നതിൽ ആ സാറ് പറഞ്ഞ പെർഫെക്റ്റ്ലി അതാണ്. അതിൻ്റെ കൂടെ പ്ലീസ് ബി അവെയർ നൗ ഇസ് ദിസ് ആൻഡ് അറ്റൻഡ് ടു ദാറ്റ് നൗ. അതാണ് അഡീഷണൽ ആയിട്ട് മൈൻഡ്ഫുൾനെസ് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഇല്ലെങ്കിൽ തന്നെ ആ പവർ ഓഫ് നൗ നടക്കും ഇൻ ഓട്ടോ പൈലറ്റ് മോഡ്. അതിന് ഞാൻ വേറൊരു ദിവസം വേണമെങ്കിൽ സ്ലൈഡ് കാണിച്ചു തരാം. ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക് നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്ക്സ് കുറേ കാലമായിട്ട് നമ്മളെ പറഞ്ഞു തന്നിരുന്ന കാര്യങ്ങൾ, രാവിലെ പേപ്പർ എടുത്താൽ മുറ്റത്ത് കിടക്കുകയാണെങ്കിൽ അത് വീട്ടിനകത്ത് എടുത്ത് വെക്കണം, വയ്ക്കുന്ന സമയത്ത് ഹെഡ്ലൈൻസ് വായിക്കണം, അല്ലെങ്കിൽ അപ്പൂപ്പനാണ് പേപ്പർ വായിക്കുന്ന ആളാണെങ്കിൽ അപ്പൂപ്പൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കണം എന്ന് നമ്മളെ കുട്ടുകാലത്തെ പറഞ്ഞ് നമ്മൾ പേപ്പർ മുറ്റത്ത് കിടക്കുകയാണെങ്കിൽ എടുത്തു കൊണ്ടുവന്ന് വെക്കും. അല്ലെങ്കിൽ പാലുകാരൻ പാല് ആ മുറ്റത്തിൽ എന്താ ബാഗിനകത്ത് ഇട്ടിരുന്നാൽ, അല്ലെങ്കിൽ ആ പാത്രത്തിനകത്ത് വെച്ചിരുന്നാൽ അത് അടുക്കളയിൽ കൊണ്ടുവയ്ക്കണം, കിച്ചണിൽ കൊണ്ടുവയ്ക്കണം എന്നൊക്കെ ഇങ്ങനെയൊക്കെ നമ്മളെ കുറേ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അത് ചെയ്യുന്നത് പവർ ഓഫ് നൗ കൂടെയാണെന്ന് വെച്ചാൽ ഐ ഡൗട്ട് മൈസെൽഫ്. ദാറ്റ് ഈസ് റണ്ണിങ് ഓൺ ഓട്ടോ പൈലറ്റ് സിസ്റ്റം. അതാണ് ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന്. അതിന് പകരം ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്ക് എന്ന ഒരു നെറ്റ്വർക്കാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്ക് വരുന്നത് സാർ ഈ ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്കിൻ്റെ ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്ക് എന്ന് നെറ്റിലടിച്ചാൽ അത് കിട്ടും. മൈൻഡ്ഫുൾനെസ്സിനകത്ത് സബ്സിഡറി സബ്ജക്റ്റാണ് അത്, അല്ലെങ്കിൽ ഡീപ്പർ സബ്ജക്റ്റാണ്. എങ്ങനെയാണ് നമ്മൾ പുതിയ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു സിസ്റ്റമാണ് അത്. ഓക്കെ സാർ. അപ്പം ഈ പവർ ഓഫ് നൗവിൽ കൈൻഡ്ലി ബി അവെയർ ആൻഡ് അറ്റൻഡ്, അത്രമാത്രം മതി സാർ. ആൻഡ് പവർ ഓഫ് നൗവിൽ ഇന്നലെ അങ്ങനെയായിരുന്നു, ഇന്നലെ ദോശയിലെ ടേസ്റ്റ് ഇങ്ങനെയായിരുന്നു, ഇന്നത്തെ ദോശയിലെ ടേസ്റ്റ് ഇത്ര കൂടി കുറഞ്ഞെന്ന് സാർ കമ്പയർ ചെയ്യരുത്. അതും കൂടെ പവർ ഓഫ് നൗവിൽ ആഡ്, അത് ഉണ്ടോ ഇല്ലെന്ന് ഞാൻ വായിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പവർ ഓഫ് നൗവിനെ കറക്റ്റായിട്ട് ഐസൊലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമോ എന്ന് സാർ നോക്കുക. ഓക്കെ സാർ. സാറേ, നമ്മുടെ ലൈഫിലെ എല്ലാവർക്കും രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒരു ഡെസ്റ്റിനി ഉണ്ട്, ഒരു ഫ്രീ വില്ലും ഉണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും ഡെസ്റ്റിനി മുന്നിൽ ഡെസ്റ്റിനി ആണെന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാണ് അധികം പേര്. ഡെസ്റ്റിനി മുന്നിൽ വരുന്നു. നമ്മളതിനെ തിരിച്ച് ഡെസ്റ്റിനി പാസ്റ്റ് ആണെന്നും ഫ്രീ വില്ല് നമ്മുടെ ഫ്യൂച്ചർ ആണെന്നും വിചാരിച്ചാൽ ഈ നിമിഷം വളരെ ശാന്തമായി ജീവിക്കാൻ പറ്റും. പ്രസന്റ് ഈസ് നൗ എന്ന് പറയുന്ന, പവർ ഓഫ് നൗ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്താം. മുന്നിലുള്ള ഏതൊരു ഫ്യൂച്ചറിൽ ഏത് സാഹചര്യവും നമുക്ക് നമ്മുടെ ഫ്രീ വില്ലിൽ ചെയ്യാം. പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതാണ്. നമുക്ക് നേരെ ഒരു മെഡിറ്റേഷന് പോവാണ് സാർ. ഇന്ന് അഡ്വക്കേറ്റ് അനിൽ വിൻസെന്റ് സാർ ഇല്ല. അപ്പം ഫ്രൈഡേ ക്ലബിന് എന്നെയാണ് റൺ ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ സാർ. അപ്പോൾ ജസ്റ്റ് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. We will have a short deep breath exercise. Deep breath exerciseൽ സിമ്പിൾ ഡീപ്പ് ബ്രീത്ത് എക്സസൈസ് ചെയ്യുക. ഡീപ്പ് ബ്രീത്ത് എക്സസൈസിൽ എന്താണ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, മനുഷ്യൻ ജീവിക്കുന്നതിൽ രണ്ട് കാര്യമേ ഉള്ളൂ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന തോട്ട് ആൻഡ് എമോഷൻസ്. അപ്പൊ തോട്ട് ആൻഡ് എമോഷൻസിനെ, തോട്ടും എമോഷനും ഹാൻഡ് ഇൻ ഹാൻഡ് ആണ് ഓടുന്നത്. വെദർ തോട്ട് ഹാസ് കം ഫസ്റ്റ്, വെദർ എമോഷൻ ഹാസ് കം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പല സയന്റിസ്റ്റ് റിസർച്ചിൽ തോട്ടാണ് ഫസ്റ്റ് വന്നത്. പക്ഷെ ഈക്വൽ എമൗണ്ട് ഓഫ് റിസർച്ചേഴ്സ് ഹാവ് സെഡ് ദാറ്റ് എമോഷൻ ഫസ്റ്റ് ദെൻ ഓൺലി തോട്ട്. അപ്പം എനിക്ക് ഒരാൾ തീക്കൊള്ളി കൊണ്ട് ചുടുമ്പോൾ എൻ്റെ ദേഹത്ത് ചൂട് കൊണ്ടാൽ അത് വെച്ച് എൻ്റെ തോട്ട് ഇന്നലെ വേർത്തന് തീ പൊള്ളിയപ്പം ഇങ്ങനെ ആയെന്നും, അല്ലെങ്കിൽ തീ പൊള്ളുന്നതിന് ഇങ്ങനൊക്കെ വേദന വരുമെന്നും തോട്ട്സ് ഓടാൻ തുടങ്ങുമെന്നും ഒരു തിയറി പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ തീനെ അവിടെ ഫ്രണ്ടിൽ ഒരു മാച്ച് ബോക്സിന്റെ തീ കാണുമ്പോൾ എനിക്ക് കൊള്ളുമ്പോൾ തന്നെ, ആക്ച്വലി കൊണ്ടിട്ടില്ല, ഫിസിക്കലി നോട്ട് സംവെയർ എൽസ് ആണ്, അപ്പോൾ തന്നെ എൻ്റെ ദേഹത്തിൽ ആ ഒരു തീനെ റിജക്ഷൻ മോഡിലോട്ട് ഞാൻ വരുന്നെന്ന്. അങ്ങനെ തോട്ടും എമോഷൻസ് ആണ് എപ്പോഴും ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന്. ദെയർഫോർ മൈൻഡ്ഫുൾനെസ് ചെയ്യുമ്പോൾ എന്ത് തരം തോട്ട് ഉണ്ടെങ്കിലും എന്ത് തരം എമോഷൻസ് ഉണ്ടെങ്കിലും അതിന് ഒന്നിനും അടിമയാകാതെ തോട്ടുകളെല്ലാം വരും പോകും. The thoughts will come. Thoughts are purely thoughts. They are not always real and true. അങ്ങനെയാണ് സെന്റൻസസ് പറയുന്നത്. Thoughts are thoughts.
they are not always real and true. അങ്ങനെ പറഞ്ഞാൽ പല സമയങ്ങളിൽ നാം കളിപ്പീരായിരിക്കും, ചില സമയങ്ങളിൽ സത്യമായിരിക്കും. അപ്പം തീ ചുടുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PP വിജയൻ മറ്റേ മോട്ടിവേഷണൽ മാഗ്നറ്റ് എന്ന് പറയുന്ന മനുഷ്യൻ തീ കൂടെ നടത്തിപ്പിക്കുന്നത് ഞാൻ പല സമയങ്ങളിൽ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പല ബിക്കോസ് ട്രെയിനേഴ്സ് തീ ഇട്ടിട്ട് തീ കൂടെ നടക്കുന്നത്, കണ്ണാടി കുപ്പിച്ചില്ലുകൾ ഇട്ടിട്ട് അതിന് കൂടെ നടത്തിപ്പിക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ദാറ്റ് മീൻസ് നമ്മുടെ ഡെഫിനിഷൻ തീ കാല് പൊള്ളും, അല്ലെങ്കിൽ കുപ്പിച്ചില്ല് കാലിനകത്ത് അടിച്ചു കയറി രക്തം വരും, അതെല്ലാം തോട്ടാണ്. തോട്ട് സംടൈംസ് ബിക്കംസ് അൺറിയൽ ആൾസോ. അങ്ങനെ ആകാതിരിക്കുന്നതാണ് അവർ പറയുന്നത്. Therefore, thoughts are thoughts. Many a times they are not real and true. അത് മനസ്സിലാക്കിക്കൊള്ളുക. രണ്ടാമത്, the thoughts trigger emotions or emotion triggers thought. ഈ രണ്ടിനും നമ്മൾ കൂടുതൽ അതിന്റെ പുറകിൽ പോകാതെ, തോട്ട്സ് വന്നിട്ട് പോയി, ഓക്കെ, ഈ റോട്ടിൽ നിൽക്കുമ്പോൾ 3-ാമത്തെ വീട് 4-ാമത്തെ വീട്ടിലേക്ക് വേണ്ടി എത്ര പേർ പോകുന്നു, അല്ലെങ്കിൽ ഈ റോട്ടിൽ കൂടെ എത്ര പേർ പോകുന്നു നോക്കുന്നത് പോലെ നമ്മുടെ തോട്ട് എത്ര തോട്ട് വന്നെന്ന് നോക്കിയിട്ട് അതേപോലെ യെസ് 1 has come, fine, out, 2 has come, out. അതിന്റെ കൂടെ ഞാൻ കുറച്ചു ദൂരം സഞ്ചരിച്ച് ഞാൻ പെട്ടെന്ന് എന്നെ തിരിച്ചു പിടിച്ചു വന്ന് എൻ്റെ മൈൻഡിനെ തിരിച്ച്, ഓക്കെ, യു ആർ റണ്ണിങ് ബിഹൈൻഡ് ഓഫ് തോട്ട്, പ്ലീസ് കം ഡൗൺ, യു ആർ ഡൂയിങ് നൗ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്, കം ഡൗൺ, സ്റ്റാർട്ട് പ്രാക്ടീസ് എന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നതാണ് ആക്ച്വൽ മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എലിമിനേറ്റ് ചെയ്തിട്ട് നടക്കില്ല. മനുഷ്യനാകണമെങ്കിൽ തോട്ട് കാണും, എമോഷൻസ് കാണും. ആ തോട്ടും എമോഷനും വെൻ വി ഗെറ്റ് ഡിസ്റ്റർബ്ഡ്, ട്രൈ ടു recognize that you got disturbed and you got deviated and come back as early as possible and start do the practice what you do it. അത്രയേ ആവശ്യമുള്ളൂ. അപ്പം അങ്ങനെ ഒരു എക്സസൈസ് നമുക്ക് ചെയ്യാം. വേറൊരു ഡീപ് ബ്രീത്ത് എക്സസൈസ് മാത്രമാണ്, വലിയ ഇതല്ല. നമ്മൾ ഒരു 5 times deep breathe, then we will go for 1 to 2 minutes normal breath, inhaling, exhaling, then deep breathe 5 times. Then we will try to open our eyes. അതിൻ്റെ ഉള്ള പ്രീ റിക്വസൈറ്റ്സ് ഇത്രയേ ഉള്ളൂ. കാലിൽ ചെരുപ്പുകൾ ഇടാതിരുന്നാൽ അത്രയും നല്ലത്. പാദങ്ങൾ തറയിൽ ഫേമായിട്ട് പ്രസ് ചെയ്ത് വെക്കുക, നിമിർന്നിരിക്കുക. നട്ടലുകളിൽ ഞാൻ ബട്ടൺസ് ഊരിട്ടിരുന്ന് പുറത്തിരുന്ന് വന്ന ആ ചൂടിലാണ് സർ, AC ഇട്ടിട്ട് AC ഇനിയും തണുക്കുന്നില്ല, അതുകൊണ്ടാണ്. ഇറ്റ് മൈറ്റ് ബി ലുക്കിംഗ് ഓഡ്. ഞാൻ ഇപ്പോഴാണ് നോക്കുന്നത് എന്നെ നിമിർന്നിരിക്കുമ്പോൾ. അപ്പം നിമിർന്നിരിക്കുക, കഴുത്തിന് ഓൺ ഹൈറ്റിൽ വയ്ക്കുക. അവിടെ നോക്കിക്കൊണ്ടിരിക്കവേ കൈ രണ്ടും തുറന്ന രീതിയിൽ തുടയിന് മുകളിലോ അല്ലെങ്കിൽ ആംറസ്റ്റിന് മുകളിലോ വെക്കുക. വെച്ച് ജെന്റിലായിട്ട് ഇരിക്കുക. നെവർ സിറ്റ് ഇൻ ദ പ്രഷറൈസ്ഡ് മോഡ്. അത് സാറ് ടെൻഷൻ പിടിച്ച് വലിഞ്ഞൊക്കെ മുറുകിയൊക്കെ ഇരിക്കരുത്. റിലാക്സി മോഡിലിരിക്കുക. സിമ്പിൾ റിലാക്സിങ്, ബട്ട് സിമ്പിൾ റിലാക്സിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനല്ല, ഇൻ എ സ്ട്രെയിറ്റ് ഫോം റിലാക്സിങ്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ നട്ടിൽ തന്നെ എപ്പോഴും നിമിർന്നിരിക്കും. ഇൻ എ വെരി നോർമൽ മോഡ് യു വിൽ ഓൾവേസ് സിറ്റ് ലൈക്ക് ദിസ്. ട്രൈ നോട്ട് ടു ടേക്ക് ദ സപ്പോർട്ട് ഓഫ് യുവർ ബാക്ക് റെസ്റ്റ്. നോർമൽ സമയത്തിലും കസേരയിലെ കൂടുതൽ സമയങ്ങൾ ചാരിയിരിക്കല്ലേ. 1 hour ഒരു 5 minutes 10 minutes when your vertebra feels tired, take rest, come back to normal. അങ്ങനെയാണ് എന്നും ഇരിക്കേണ്ടത്. അപ്പം അങ്ങനെ ഇരിക്കുക. പാദങ്ങൾ രണ്ടും തറയിലിരിക്കുക, കൈ രണ്ടും നിമിർന്ന് തുടയിന് മുകളിൽ വയ്ക്കുക, കഴുത്ത് ഓൺ ഹൈറ്റിൽ വയ്ക്കുക, തുറന്നിരിക്കുക. ആ സമയത്ത് കൈൻഡ്ലി ടേക്ക് പെർമിഷൻ ഫ്രം യുവർ മൈൻഡ് ആൻഡ് ബ്രെയിൻ. ടേക്ക് permission stating that you are going for a meditative or mindfulness practice. For that kindly give me permission. എനിക്ക് ഒന്ന് സഹായിക്കുവോ, എൻ്റെ കൂടെ നിൽക്കുവോ, ഞാൻ പറഞ്ഞതെല്ലാം ചെയ്യുവോ എന്ന് പറഞ്ഞ് മൈൻഡിൽ ചോദിക്കുക. അത് ചിരിച്ചോണ്ട് പറയും ഒരു മിനിറ്റിൽ, സാരല്ല, നീ ഇത്രയും കാലമുള്ള എന്നിട്ട് കൂടെ ഞാൻ നിൽക്കാമെന്ന് പറയും. അപ്പോൾ മാത്രം കണ്ണടയ്ക്കുക. കണ്ണടച്ചിട്ട് ടേക്ക് ഡീപ് ബ്രീത്ത്. 1 2 3 ലെവലില് ഇൻഹേലും 1 2 3 4 5 6 ലെവലില് എക്സേലും. ഓക്കെ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ,
Inhale. Exhale. Inhale. Exhale. Now shift your attention to normal breaths. Inhale, exhale. Inhale, exhale. Inhale, exhale. Just attend to your inhaling and exhaling and monitor your chest as well as abdomen, how it is getting inflated and how it is getting deflated when you are exhaling. അത് മാത്രം ചെയ്യുക. ഇടയ്ക്ക് തോട്ട്സ് വന്നാൽ ആ തോട്ട്സ് വന്നതുപോലെ പോട്ട്, തോട്ട്സിന്റെ പുറകെ പോകരുത്, എമോഷന്റെ പുറകെ പോകരുത്. ജസ്റ്റ് മോണിറ്റർ യുവർ ഇൻഹേലിംഗ് ആൻഡ് എക്സേലിംഗ്. Now we shall shift our attention to deep breath. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Now, you just seek permission from your brain and mind that you are going to open your eyes. Before that, just rub your both hands. Make warmness. When it is warm enough, keep your eyes, earlobe, and neck. Eyes, earlobe, and neck. And try to open your eyes slowly, slowly, again very slow and gently. I hope that So, okay, sir. Thank you. thanks a lot, sir. Thank you. Okay. Hope everybody Good night. enjoyed. എല്ലാവരും കുറച്ച് റെജുനേറ്റ് ആയെന്ന് തോന്നുന്നു. ഈ തോട്ട് ഉണ്ട് എമോഷനെ നമ്മൾ കുറച്ച് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ കുറച്ച് സന്തോഷം വരും, ഒരു ഫ്രഷ് മാൻ ആയിട്ട് ഫീൽ ചെയ്യും. അതാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ആൻഡ് ബാക്ക് ടു സാബു സാർ. ഓക്കെ സർ, താങ്ക് യു. അപ്പൊ സാറ് പോകാൻ ധൃതിയുണ്ടല്ലോ, അത് കാരണം കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും സാറ് പൊക്കോളൂ, കുഴപ്പമില്ല. ഞങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്ത് നിർത്തി. റൈറ്റ് സർ, റൈറ്റ്. താങ്ക് യു സർ. സോ ഐ ഹോപ്പ് ആർക്കെങ്കിലും ഒരു ഫാസ്റ്റ് 1 മിനിറ്റോ 1.5 മിനിറ്റോ ഡൗട്ട് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഞാൻ ഇന്ന് ഫൈനൽ കൺക്ലൂഷൻ അല്ല സംസാരിച്ചതിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് മൈൻഡ്
സാജി മാത്യു സാർ. സുധാകരൻ സാർ. സർ, ഈ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ ഇതിൽ ഞാൻ സാറിന്റെ ക്ലാസ്സുകൾ ശ്രദ്ധാപൂർവം കേൾക്കുന്ന ഒരാളാണ്. സാർ 3 ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്നുണ്ട്: തമിഴ്, മലയാളം, ഇംഗ്ലീഷ്. അപ്പൊ ഈ 3 ചക്രമുള്ള ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്നത് പോലെ സാർ ആശയങ്ങൾ ഞങ്ങളോട് കൺവേ ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു, ഇങ്ങനെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഒഴുക്ക് പോലെ വരികയല്ല അത് ഇങ്ങനെ. ബട്ട് യു ആർ ട്രൈയിങ് ആൻഡ് യു ആർ ബിക്കമിങ് സക്സസ്ഫുൾ. അത് ഒന്ന്. പിന്നെ മറ്റൊന്ന് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇപ്പോഴത്തെ സാമൂഹ്യ ജീവിതത്തിൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. ഞാൻ ഇവിടെ ഈ നമ്മുടെ പീപ്പിൾസ് പ്ലാനിങ് ഉണ്ടല്ലോ, ജനകീയ ആസൂത്രണം, അത് വന്നപ്പോൾ ഈ പുതിയ ആശയങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് കൊടുക്കാനായിട്ടുള്ള കിലയുടെ ഫാക്കൽറ്റി ആയിട്ട് ഇരിക്കുമ്പോൾ വലിയൊരു കാര്യം, ഈ ഒരാശയം ഇല്ലാതെ എത്ര നേരം വേണേലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഈ പൊളിറ്റീഷ്യൻസ് ആണ്. അവർക്ക് ഒന്നും വേണ്ട. ഇപ്പം റോക്കറ്റ് ലോഞ്ചിങ്ങിനെ പറ്റി സംസാരിക്കണമെങ്കിൽ അവരത് ഉദ്ഘാടന പ്രസംഗം ഗംഭീരമായിട്ട് നടത്തും. അത് കഴിഞ്ഞ ഉടനെ തന്നെ ചാറ്റ് GPT പറ്റി സംസാരിക്കണമെങ്കിൽ അതും അവർ സംസാരിക്കും. അപ്പൊ ഈ അതൊരു സ്ഥിരമായ പ്രാക്ടീസ് വഴി അക്വയർ ചെയ്യാൻ കഴിയുന്ന സഭാകമ്പം ഇല്ലാതെ, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് മേക്ക് ദം ആൻഡ് എന്താ പറയുക, ഒരു ചങ്കൂറ്റം ഉണ്ടല്ലോ, അത് വളരെ പ്രധാനമാണ്. പക്ഷെ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷനിലാണ് നമ്മൾ ഒരുപാട് പേരുടെ മിടുക്ക്. ഈ ഫേസ് ടു ഫേസ് ഇരുന്ന് നല്ലവണ്ണം വർത്തമാനം പറയുന്ന ഒരാളിനോട് ഒരു ഗ്രൂപ്പിനോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കത് കഴിയില്ല. അത് വളരെ ഒരു കാര്യമാണ്. അപ്പൊ ഇതില് ഈ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിലെ പ്രധാന സപ്പോർട്ടിങ്ങിനൊന്ന് നമ്മുടെ ഈ വായന വളരെ പ്രധാനമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലോക കാര്യങ്ങളെ പറ്റി അറിഞ്ഞാൽ മാത്രമേ ന്യൂ ജനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. സാർ, ഈ നൈറ്റ് ലൈഫ്, ഈവനിങ് ലൈഫ് അതൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ ഈ വയസ്സന്മാരൊക്കെ പുറന്തള്ളപ്പെടുന്നത് അവർക്ക് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സബ്ജക്റ്റുകൾ ഇല്ലാതാവുമ്പോഴാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഈ സബ്ജക്റ്റുകൾ വെൽവേഴ്സ്ഡ് ആയിട്ടിരിക്കുമ്പോഴും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവാൻ സഹായിക്കും. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ ആവാൻ വേണ്ടി എൻ്റെ ഓഡിയൻസിനെ ഞാൻ മനസ്സിലാക്കുന്നു, അവര് എല്ലാം പൊട്ടന്മാരാണ്, അല്ലെങ്കിൽ അവരെല്ലാം ഭയങ്കര ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ, അത് ഞാൻ ഈ പൊളിറ്റീഷ്യൻസിന്റെ ഒരു കഴിവിനെ ഞാൻ അഡ്മയർ ചെയ്യാണ്. കാരണം അവര് ഏത് ഗ്രൂപ്പിലാണെങ്കിലും അവർക്ക് ദർ ഈസ് സംതിങ് ഫോർ ദം ടു ടെൽ ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. അപ്പൊ ഞാൻ അത് ഷെയർ ചെയ്തേ ഉള്ളൂ. എനിവേ, സാറിന്റെ ഈ മുച്ചക്ര വാഹനത്തിൽ സാറ് പറഞ്ഞത് 100% ശരിയാണ്. ഫസ്റ്റ് പോയിന്റ് സാർ പറഞ്ഞ ഒരു തമിഴ്, മലയാളം, ഇംഗ്ലീഷ് ഇത് 3ലും സാറ് ഒരു സ്മൂത്തറായിട്ട് പോകാതെ ഒഴുകാതെ ട്രൈ ചെയ്താണ് ഒരു ഭാഷയൊക്കെ സംസാരിക്കുന്നത് പറയുന്നത് വളരെ കറക്റ്റാണ്. എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓവർ ഇംഗ്ലീഷ് ആയി പോയാൽ സാർ എനിക്ക് സീൽ വെച്ച് തരും, ഇവനൊരു വലിയ ഗമ പിടിച്ചവനാണെന്ന്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ സ്മൂത്ത്നെസ് ആഗ്രഹിക്കുന്ന സമയത്ത് പടപടപടാന്ന് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു പോകുന്നത്. ബട്ട് ഞാൻ ഇംഗ്ലീഷുകാരന് ജനിച്ചവനാണെന്ന് വെച്ചാൽ അല്ല, ഞാനൊരു ഗ്രാമവാസിക്ക് ജനിച്ചവനാണ്. വളരെ സിമ്പിളാണ്. ബട്ട് എൻ്റെ എൻവയോൺമെൻറ്റ് കടന്ന കാലങ്ങൾ എന്നെ നോർത്ത് ഇന്ത്യയിൽ കൊണ്ട് കിടത്തിയത് കൊണ്ട് അവിടെ ഞാൻ രക്ഷപ്പെടാൻ അവരുടെ തുല്യമായിട്ട് ഹിന്ദി പറയാൻ പറ്റാത്തത് കൊണ്ട് ഐ വാസ് ട്രൈങ് ടു ടേക്ക് ഡോമിനേഷൻ ഓഫ് ഹിന്ദി. അതുകൊണ്ട് അല്ല, ഡോമിനേഷൻ ഓഫ് ഇംഗ്ലീഷ്. അവനെക്കാട്ടിലും ഞാൻ കുറച്ചുകൂടെ ഷൈൻ ചെയ്യണമെങ്കിൽ എനിക്ക് ഇംഗ്ലീഷാണ് ഈസി ആയിരുന്നു മനസ്സിലാക്കി ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ച് വന്നത് കൊണ്ട് ഇംഗ്ലീഷ്. യെസ്, വെരി ട്രൂ സർ. ആൾമോസ്റ്റ് 17.5 years ഇരുന്ന് അതിന് കൊണ്ടാണ് ഞാൻ കുറച്ച് ഇംഗ്ലീഷ് കൂടുതൽ സംസാരിക്കുന്നത്, വേറെ ഒന്നുമല്ല. അപ്പം എനിക്ക് പറഞ്ഞു വരുമ്പോൾ കുറേ ട്രൈ ചെയ്ത് നല്ല ഏരിയയിലോട്ട് വരണം. ഞാൻ ഒഴുക്കിൽ പറയുമ്പോൾ ചില വാക്കുകൾ കറക്റ്റ് വാക്ക് കിട്ടിയില്ലെങ്കിൽ പിടിച്ചു നിർത്തി പറയുന്നത്. താങ്ക്സ് എ ലോട്ട് ഫോർ മേക്കിംഗ് മീ മോർ സെൽഫ് അവയർനെസ് ഓൺ മൈ ഡിസിമിനേഷൻ ഓഫ് മെസ്സേജ്. താങ്ക് യു സർ, താങ്ക് യു. രണ്ടാമത് സാറ് പറഞ്ഞതുപോലെ പൊളിറ്റീഷ്യൻസ് ആണ് ദ ബെസ്റ്റ് പേഴ്സൺസ് ടു ഹാവ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെന്ന് തോന്നുന്നു, എരുമയെ പോലെ നടക്കാൻ പറ്റുന്നു. മീൻസ് അവരുടെ മുകളിൽ എത്ര മഴ പെയ്താലും അവർ ഒന്നിനും ആടില്ല, അനങ്ങില്ല. അവർ ഉദ്ദേശിച്ച് അവരുടെ ടാർഗറ്റിൽ, അവരുടെ ഒബ്ജക്റ്റീവിൽ സ്മൂത്തറായിട്ട് മൂവ് ചെയ്യും. ദേ ആർ പൊളിറ്റീഷ്യൻസ്. സോ ദാറ്റ് ടൈപ്പ് ഓഫ് പൊളിറ്റീഷ്യൻ മൈൻഡ് ഈസ് റിക്വയർഡ് എന്ന് ഞാൻ വേണമെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ അങ്ങനെയും കൂടെ ഞാൻ പറഞ്ഞു തുടങ്ങാം. പക്ഷെ ആൾക്കാർ സാറിനെ പോലെ സന്മനസ്സായിട്ട് അക്സെപ്റ്റ് ചെയ്യാതെ ഒറ്റ മനസ്സ്. സാർ, ഞാൻ 8:30 കയറിക്കൊള്ളാം, ക്ലാസ് എടുക്കാം. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ സാർ, ലീവ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. വിത്ത് എവറിബഡീസ് പെർമിഷൻ
ഞാൻ വേറൊരു സെഷൻ കുറച്ച് ഹാൻഡിൽ ചെയ്യാനുള്ളത് കൊണ്ട് താങ്ക്സ് ലോട്ട് ഫോർ അക്സെപ്റ്റിംഗ്. അടുത്ത എപ്പോഴെങ്കിലും നമുക്ക് ഈ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാം സർ, കൂടുതൽ വിശദമായിട്ട്. താങ്ക് യു സർ, താങ്ക്സ് ലോട്ട്. Okay, താങ്ക് യു ഇപ്പൊ നമുക്ക് എവരിബഡി. ചെയ്യാം. താങ്ക് Thank you. ബൈ Thank you very much. ബൈ ബൈ സർ.